കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ രവീണയെ കണ്ട നിരഞ്ജന് കുറച്ചു സമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഫോട്ടോ അയച്ചു തന്ന നമ്പറിലേക്ക് തിരികെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ലൊക്കേഷന്റെ ലിങ്ക് കൂടെ അവർ അയച്ചു കൊടുത്തത്. നിരഞ്ജൻ ആ നമ്പറിലേക്ക് ഒരുപാട് തവണ തിരികെ വിളിച്ചുവെങ്കിലും മറുപടി ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് അവിടേക്ക് എത്താനായി പിന്നീട് അവന്റെ ശ്രമം. അങ്ങോട്ടുള്ള യാത്രയിലുടനീളം നിരഞ്ജന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി. ഇന്നെന്താ വല്ല കിഡ്നാപ്പിംഗ് ഡേ വല്ലതും ആണോ? ആദ്യം ശരണ്യ, ദേ ഇപ്പൊ രവീണ. ശരണ്യ പിന്നെ സ്വയം കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചതാണെന്ന് പറയാം. പക്ഷേ ഈ രവീണയെ ഇതാരാ തട്ടിക്കൊണ്ടുപോയത്? ഞാൻ അവളോട് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. ആലോചനയ്ക്കിടയിൽ നിരഞ്ജൻ ലൊക്കേഷനിലെത്തി. കാറിൽ നിന്നിറങ്ങി നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു കാർ ഒഴികെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അടിവെച്ച് കാറിനടുത്തെത്തിയ നിരഞ്ജൻ അത് രവീണയുടെ കാറാണ് എന്ന് തിരിച്ചറിഞ്ഞു. കാറിനുള്ളിൽ നിന്ന് ഏതോ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാറിൽ മറ്റാരൊക്കെയോ കൂടി ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഇത് തനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ട്രാപ്പാണോ എന്ന സംശയം നിരഞ്ജന് തോന്നിയത്. കാറിന്റെ ഗ്ലാസിൽ മുട്ടുക എന്നല്ലാതെ മറ്റു വഴികളൊന്നും നിരഞ്ജന്റെ മുൻപിലുണ്ടായിരുന്നില്ല. കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ അതിനുള്ളിലിരിക്കുന്ന പ്രകാശനെ കണ്ട് ആദ്യം ഒന്ന് പകച്ചെങ്കിലും തന്റെ 3 കൂട്ടുകാരുമായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്ന പ്രകാശനോട് പുറത്തേക്കിറങ്ങാൻ നിരഞ്ജൻ ആവശ്യപ്പെട്ടു. എന്നാൽ പുറത്തിറങ്ങി വന്നവർ 4 പേരും ചായത്തിൽ കുളിച്ച് നിൽക്കുന്നത് കണ്ട് ഒരു വേള ഇന്ന് ഹോളിയാണോ എന്ന് വരെ നിരഞ്ജൻ ചിന്തിച്ചുപോയി. നിരഞ്ജന്റെ നിൽപ്പ് കണ്ടപ്പോൾ പ്രകാശനൊന്ന് ചിരിച്ചു. ഇന്ന് ഹോളി ഒന്നുമല്ല സർ, പക്ഷേ ഉള്ളിലുള്ള സന്തോഷം അതിര് കടന്നപ്പോ ഞങ്ങൾക്കിന്ന് ഹോളിയും ദീപാവലിയും എല്ലാം ഒരുമിച്ചായി. നിനക്കൊക്കെ ഇവിടെ എന്താ പരിപാടി? ഈ കാർ എങ്ങനെ തൻ്റെ കയ്യിൽ വന്നു? നിരഞ്ജന്റെ ചോദ്യത്തിന് കുഴഞ്ഞുപോയ ശബ്ദത്തിൽ പ്രകാശൻ മറുപടി നൽകി. സാറിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം. അതിനു മുൻപ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഓരോ പെഗടിച്ചാലോ? പ്രകാശന്റെ സംസാരം കേട്ട് നിരഞ്ജന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഒരു വശത്ത് രവീണയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാത്തതിന്റെ ടെൻഷൻ, അതിന്റെ കൂടെ പ്രകാശന്റെ ചോദ്യവും കൂടി ആയപ്പോൾ നിരഞ്ജന്റെ കൈ ഒന്നുകൂടി പ്രകാശന്റെ കരണത്ത് വീണു. കഴിഞ്ഞ തവണ സാർ എൻ്റെ 3 പല്ലാണ് അടിച്ചു കൊഴിച്ചത്. ഇനി ബാക്കിയുള്ളതും കൂടി വേണോ? നിരഞ്ജന് ദേഷ്യം വന്നു. നിന്റെ ഡയലോഗടി നിർത്തിക്കോ. ചോദിക്കുന്നതിന് മാത്രം മറുപടി. കേട്ടല്ലോ? നിനക്കൊക്കെ എന്താ ഇവിടെ പരിപാടി? സാറല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയേ? നിരഞ്ജൻ ഒന്ന് ഞെട്ടി. അത് കണ്ട പ്രകാശൻ കാര്യങ്ങൾ വിശദീകരിച്ചു. സാറല്ലേ പറഞ്ഞ് കമ്പനിയുടെ സാധനം ഇവിടെ വരുമെന്ന്. അപ്പോഴാണ് പ്രകാശനോട് താൻ ഇവിടേക്ക് വരാൻ പറഞ്ഞ കാര്യം നിരഞ്ജന് ഓർമ്മ വരുന്നത്. അത് പക്ഷേ ശരണ്യയെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവരാനായിരുന്നു. ഞങ്ങളിങ്ങനെ ചായയൊക്കെ വെതറി പുതപ്പൊക്കെ ഇട്ടിട്ടാ കിഡ്നാപ്പ് ചെയ്യാറ്. അങ്ങ് ഫോറിനിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാറ്. അതിൻ്റെ ഐ കാണുന്നതൊക്കെ. പ്രകാശന്റെ കോഡ് ഭാഷ മനസ്സിലാകാതെ നിന്ന നിരഞ്ജന് പ്രകാശൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എൻ്റെ സാറ് പറഞ്ഞ് ഈ പ്രസാദവും സാധനവും ഒക്കെ എനിക്കും അറിയാൻ കേട്ടോ. പ്രസാദം എന്ന് വെച്ചാൽ അടിച്ച് പൊളിച്ചേക്കണം. സാധനം എന്ന് വെച്ചാൽ അതെ ഇപ്പം എടുത്തുകൊണ്ട് വന്നേക്കണത്. എനിക്കെല്ലാം മനസ്സിലാകും സാർ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു സിനിമാക്കാരനല്ലേ. സാറിൻ്റെ സാധനം വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകാശൻ വളരെ നാടകീയമായി നിരഞ്ജനെ കാറിന്റെ ഡിക്കി തുറന്നു കാണിച്ചു. നിരഞ്ജന്റെ കണ്ണു മിഴിഞ്ഞുപോയി. രവീണയെ അതിനകത്ത് കയ്യും കാലും കെട്ടി വായിൽ തുണിയും തിരികെ കിടത്തിയിരിക്കുന്നു. നിരഞ്ജൻ രവീണയുടെ കെട്ടുകളും വായിൽ തിരികിയിരുന്ന തുണിയും എടുത്തു മാറ്റി. ശേഷം സർവശക്തിയും എടുത്ത് പ്രകാശന്റെ കരണത്ത് ഒന്നുകൂടെ പൊട്ടിച്ചു. ആ അടിയിൽ അയാളുടെ വായിൽ നിന്നും 2 പല്ല് തെറിച്ചു നിലത്തേക്ക് വീണു. ഇതാണോടോ തന്റെ സാധനം? എൻ്റെ പൊന്നു സാറ്, 5 ഉരുളി അമ്മച്ചിയാണ് സാറ് പറഞ്ഞതാ പ്രകാശൻ ചെയ്തത്. എന്നിട്ടിപ്പോ സാർ എന്തിനാ വാക്ക് മാറ്റി പറയുന്നത്? സത്യത്തിൽ നിരഞ്ജൻ പറഞ്ഞത് തന്നെയാണ് പ്രകാശൻ ചെയ്തത്. പക്ഷേ ആള് മാറി ശരണ്യയ്ക്ക് പകരം രവീണയായി പോയി എന്ന് മാത്രം. കാര്യം മനസ്സിലായപ്പോൾ നിരഞ്ജൻ പ്രകാശനോട് മാപ്പ് പറഞ്ഞു. ശേഷം പുതിയ പല്ല് വെപ്പിച്ചു കൊടുക്കാം എന്ന് വാക്കും കൊടുത്തു. സോറി രവീണ, എൻ്റെ ആള് മാറി നിന്നെ തട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ നീ എന്താ ഇവിടെ? സർ, നിങ്ങളെ ഭാര്യയുടെ കൂടെ പോകുന്നത് കണ്ടിട്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തതാ. പെട്ടെന്ന് ഇവിടെ വെച്ച് ഞാനന്ന് നമ്മളെ ഷൂട്ട് ചെയ്തവനെ കണ്ടു. അവന്റെ കയ്യില് ഒരു ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ എന്നെ കണ്ടതും ഓടാൻ തുടങ്ങി. കാറ് സൈഡിൽ ഒതുക്കി ഞാനും അവന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവനെ മിസ്സായി. അപ്പോഴാ ഞാൻ ഈ 4 എണ്ണത്തിനെയും കണ്ടത്. ഉടനെ അവരുടെ മുഖത്ത് കുറെ ചായം വാരി തേച്ച് എന്നെ പിടിച്ചോണ്ട് വരികയും ചെയ്തു. നിരഞ്ജന് പ്രകാശനെ തല്ലിയതിൽ കുറ്റബോധം തോന്നി. അയാൾ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് പ്രകാശന്റെ കയ്യിൽ വെച്ചു കൊടുത്ത ശേഷം രവീണയെയും കൂട്ടി കാറിനുള്ളിലേക്ക് കടന്നിരുന്നു.
ആ ശരണ്യയെയും കൂട്ടാളികളെയും കുറിച്ച് എന്തൊക്കെ അറിയാമോ അതെല്ലാം നീ എനിക്ക് പറഞ്ഞു തരണം. ആരൊക്കെയാണ് അവളുടെ കൂടെയുള്ളത്, അവരുടെ ഓഫീസ് എവിടെയാണ്, അവൾ എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയെല്ലാം. അവർക്ക് 3 സ്ഥലങ്ങളുണ്ട്. മൂൺലൈറ്റ് ബാറിന്റെ അടുത്തായി ഒരു വളരെ വലിയ വില്ലയുണ്ട്. ടൗണിന് പുറത്തായി ഒരു സീക്രട്ട് ക്ലബ്ബും ഉള്ളതായി അറിയാം. ഇനിയും എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. പക്ഷെ ഒന്നെനിക്കറിയാം, ശരണ്യ കട്ടപ്പനയിലെ തന്നെ റിച്ച് കാറ്റഗറിയിലുള്ള ഒരാളാ. എന്നാലും ആളുകൾക്ക് അവരുടെ 1-2 ബിസിനസിനെ കുറിച്ച് മാത്രമേ അറിയൂ. പക്ഷേ സാറിന് എന്തിനാ ശരണ്യയുടെ ഡീറ്റെയിൽസ്? ശരണ്യയുടെ കിഡ്നാപ്പിംഗ് പ്ലാനിനെ കുറിച്ച് നിരഞ്ജൻ രവീണയ്ക്ക് പറഞ്ഞു കൊടുത്തു. കാറിന്റെ ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് എടുത്ത് നിരഞ്ജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രവീണ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരണ്യയുടെ 3 സ്ഥലങ്ങളിലും രവീണ 3 രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അവർ രണ്ടുപേരും ആ കാറിലിരുന്ന് ആ ക്യാമറയിലെ വിഷ്വൽസ് പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ശരണ്യയെ എവിടെയും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ നേരിട്ട് തന്നെ ഈ 3 സ്ഥലങ്ങളിലും ചെല്ലണം. പക്ഷെ അതിന് കുറച്ച് സമയം അധികം വേണ്ടിവരും. പക്ഷെ എനിക്ക് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. ആദ്യം മൂൺലൈറ്റ് ബാറിലേക്ക് തന്നെ ചെല്ലാം. ഇല്ല സർ, അവരങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വളരെ ചെറിയൊരു സ്ഥലമാണെന്ന് മാത്രമല്ല, ടൗണിലെ തിരക്കുള്ള സ്ഥലവുമാണ്. നീ പറഞ്ഞത് ശരിയാ. ഇനി 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വില്ലയും ആ സീക്രട്ട് ക്ലബ്ബും. വില്ലയെക്കുറിച്ച് നമുക്ക് വരെ അറിയുന്ന സ്ഥിതിക്ക് അവിടെ കുറഞ്ഞത് 10-30 ബോഡി ഗാർഡ്സ് എങ്കിലും ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. അവർ ശരിക്കും അവിടെ തന്നെ ഉണ്ടാവും. കാരണം ഇപ്പൊ തന്നെ ആ ന്യൂസ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല സർ, അവരവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പറഞ്ഞു കേട്ടിടത്തോളം അവര് ശത്രു പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സ്ഥലത്തെ ഉണ്ടാവും. എങ്കിലല്ലേ അവരെ തേടിയെത്തുന്ന ശത്രുവിനെ ശരണ്യയ്ക്ക് അവിടെ വെച്ച് തന്നെ തോൽപ്പിക്കാനാവൂ. തീർച്ചയായും അവർ ആ സീക്രട്ട് ക്ലബ്ബിലുണ്ടാവും. ബ്രില്യൻ്റ് അനാലിസിസ്. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോവാം. യാത്രക്കിടയിലാണ് രവീണ നിരഞ്ജനോട് തന്റെ സംശയം ചോദിച്ചത്. സാർ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ശരണ്യെ കണ്ടുപിടിക്കുന്നത്? റീസൺ കേൾക്കുമ്പോൾ താൻ എന്നെപ്പറ്റി എന്ത് കരുതും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാശിനു വേണ്ടിയാണ് ഞാൻ ഈ പണി ചെയ്തത്. ശരണ്യയെ കിഡ്നാപ്പ് ചെയ്ത് 24 മണിക്കൂർ നേരം കസ്റ്റഡിയിൽ വെക്കണമെന്നായിരുന്നു ടാസ്ക്. വോട്ട്? സാർ ഇങ്ങനെ കാശിനു വേണ്ടി ഇത്ര തരം താഴ്ന്നൊരു പ്രവൃത്തി ചെയ്യരുതായിരുന്നു. നിരഞ്ജൻ ഒരു നെടുവീർപ്പോടെ താൻ റിയോയിൽ നിന്നെത്തിയതിനു ശേഷം തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം രവീണയോട് പറഞ്ഞുകൊടുത്തു. അവൾക്കെല്ലാം അവിശ്വസനീയമായി തോന്നി. നിരഞ്ജന്റെ അവസ്ഥ അറിഞ്ഞതോടെ എന്തു വന്നാലും അവനെ സഹായിക്കണമെന്നൊരു ചിന്ത രവീണയുടെ ഉള്ളിലുണ്ടായി. കുറച്ചു സമയത്തിനുള്ളിൽ രണ്ടുപേരും ശരണ്യയുടെ ജവാൻ ക്ലബ്ബിൽ എത്തിച്ചേർന്നു. നിരഞ്ജൻ ആവേശത്തോടെ ജവാൻ ക്ലബ്ബിലേക്ക് നോക്കുകയായിരുന്നു. മൊത്തത്തിൽ അവനൊരു പണക്കാരന്റെ ലുക്കുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. രവീണയിൽ നിന്ന് ശരണ്യയെക്കുറിച്ചെല്ലാം അറിഞ്ഞതിനു ശേഷം ഈ ക്ലബിന്റെ ഉടമ അവളാണ് എന്നതിൽ നിരഞ്ജന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. നിരഞ്ജൻ, ശരണ്യ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ അവളാണ് ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ നടക്ക്. അകത്തെന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. നിരഞ്ജന്റെ പിന്നാലെ ക്ലബിനകത്തേക്ക് നടക്കാൻ തുടങ്ങിയ രവീണ പക്ഷേ നിരഞ്ജനെ ഉള്ളിലേക്ക് അയച്ചിട്ട് അവിടെ തന്നെ നിന്നു. രവീണയെ അടുത്തറിഞ്ഞതിന് ശേഷം നിരഞ്ജന് അവൾ തന്നെ ഒറ്റിക്കൊടുക്കില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ പെട്ടെന്ന് അവൾ തന്നെ അകത്തേക്ക് ഒറ്റയ്ക്ക് അയക്കാൻ നോക്കിയതും ഒന്ന് ഞെട്ടിയ നിരഞ്ജൻ ഇരുട്ടിൽ നിൽക്കുന്ന രവീണയെ ഒന്ന് നോക്കിയ ശേഷം പതുക്കെ ഉള്ളിലേക്ക് നടന്നു. എന്നാൽ മെയിൻ ഗേറ്റിലുണ്ടായിരുന്ന ബൗൺസർ അയാളെ തടഞ്ഞു. അല്ല മോനെ, നീ ഇതെങ്ങോട്ടായി ഓടിക്കേറി പോകുന്നേ? അവിടെ നില്ല്. അല്ല, അകത്ത് ഏതോ ദൈവം ഇരിപ്പുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. എന്തേ, ചേട്ടനും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണോ? നിരഞ്ജന്റെ വാക്കുകൾ അയാളെ ശരിക്കും പ്രകോപിതനാക്കി. അയാൾ അവനെ തുറിച്ചു നോക്കി. ഇത് നിനക്ക് ഭജനയിരിക്കാൻ പറ്റിയ സ്ഥലമല്ല, ക്ലബ്ബാ. അതുകൊണ്ട് കൂടുതൽ വിളച്ചിലെടുക്കാതെ ഇറങ്ങിപ്പോവാൻ നോക്കടാ. ഒന്ന് ആലോചിച്ച ശേഷം നിരഞ്ജൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അയാൾക്ക് കാണുന്ന രീതിയിൽ പിടിച്ചു. ഞാൻ വിചാരിച്ച നിന്നെ ഇപ്പം തന്നെ ഈ ജോലിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ പറ്റും. പക്ഷെ ഒരുത്തൻ്റെയും കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പറയ്, എന്നെ നീ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ടോ ഇല്ലയോ? ആ ബൗൺസർ നിരഞ്ജന്റെ നേരെ കൈയെടുത്ത് തൊഴുതുകൊണ്ട് അയാളെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. നിരഞ്ജൻ തല ഉയർത്തിപ്പിടിച്ച് ഒരു ഡോണിനെ പോലെ ആ ക്ലബിന്റെ ഉള്ളിലേക്ക് നടന്നു. ഒരു വശത്ത് നിരഞ്ജൻ ശരണ്യയെ അന്വേഷിച്ച് ക്ലബിലെത്തിയപ്പോൾ മറുവശത്ത് ഇതൊന്നും അറിയാതെ ശരണ്യ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ന്യൂസ് ചാനൽ മാറ്റി മാറ്റി നോക്കുകയായിരുന്നു. എല്ലാ ചാനലിലും തന്റെ കിഡ്നാപ്പിംഗ് ന്യൂസ് ആണ് കാണിക്കുന്നത് എന്ന് കണ്ട് അവൾ അത് ഓഫ് ചെയ്തു. ശേഷം തനിക്ക് അരികിലായി നിൽക്കുന്ന ആളെ നോക്കി. എന്നാ പിന്നെ സുമിത്തെ, എങ്ങനെ കാര്യങ്ങളൊക്കെ നിന്റെ ട്രാക്കിലെത്തിച്ചേ? അതൊന്നു പറഞ്ഞേ. സുമിത് എന്നു പേരുള്ള ആ ഉയരം കൂടിയ മനുഷ്യൻ തന്റെ കണ്ണട എടുത്തു തുടച്ച് ഒന്ന് മുരടനക്കിക്കൊണ്ട് പറഞ്ഞു. മാഡത്തിന്റെ സൈഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണ്.
ചിലപ്പോൾ ശത്രുക്കളെ അവരുടെ കുഴിയിൽ നിന്ന് പുറത്താക്കാൻ ഇങ്ങനെ ചില തന്ത്രങ്ങൾ വേണ്ടിവരും. പക്ഷേ ശരണ്യ ചോദ്യഭാവത്തിൽ സുമിത്തിനെ നോക്കി. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം മാഡം. വേറെ എവിടെ വെച്ച് വേണമെങ്കിലും നടത്താമായിരുന്ന ഈ നാടകം എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റീഫന്റെ കമ്പനിയിൽ വെച്ച് തന്നെ നടത്തിയത്? അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയുന്നത്, ഇടയ്ക്ക് പുറത്തേക്കും ഇറങ്ങണമെന്ന്. എല്ലാ കാര്യങ്ങളും നിന്റെ ഈ പുസ്തകത്തിൽ ഉണ്ടാകണമെന്നില്ല. സുമിത് ഒന്നും മനസ്സിലാകാത്തതുപോലെ നോക്കുന്നത് കണ്ടിട്ട് ശരണ്യ ഒന്ന് ചിരിച്ചു. എടാ മണ്ട, എനിക്ക് മാത്രമല്ല സ്റ്റീഫനും ഈ പ്ലാനിൽ പങ്കുണ്ട്. കാരണം ആ ദുർഗയ്ക്ക് എന്തോ ഒരു കള്ളത്തരം ഇല്ലെന്ന് അയാൾക്കും ഒരു ഡൗട്ടുണ്ട്. സുമിത് വീണ്ടും ഒന്നും മനസ്സിലാകാത്തതുപോലെ ശരണ്യയെ നോക്കി. ദുർഗ ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്ന് സ്റ്റീഫനൊരു സംശയം. കാരണം അവൾ ഒരിക്കലും സ്റ്റീഫനെയും മറ്റൊരിക്കൽ അയാളുടെ ഗേൾഫ്രണ്ടിനെയും ഫോളോ ചെയ്യുന്നതായിട്ട് അവൻ കണ്ടിരുന്നു. അവളെ സ്റ്റീഫന്റെ വൈഫ് ചാരപ്പണിക്ക് വേണ്ടി ഹയർ ചെയ്തതാണോ എന്ന് ഒരു സംശയം ഇല്ലാതില്ല. സ്റ്റീഫൻ അപ്പോ എന്നെക്കാൾ സ്മാർട്ടായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. ഗുഡ്. ശരണ്യ സുമിത്തിന് തന്റെ പ്ലാൻ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മറുവശത്ത് നിരഞ്ജൻ ക്ലബിൽ കടന്നയുടനെ തന്നെ തന്റെ ജോലി തുടങ്ങി. കട്ടപ്പനയിലെ ഒരുവിധം എല്ലാ ഗുണ്ടകളും അവിടെ ആ ക്ലബിൽ തന്നെ ഉണ്ടായിരുന്നു. നിരഞ്ജൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു മൂലയിലുള്ള ടേബിളിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഒന്ന് ഞെട്ടി. ഈശ്വര, അത് ശരണ്യ എങ്ങാനും ആണോ? കാരണം നിരഞ്ജൻ നോക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടിക്ക് ശരണ്യയുടെ അതേ മുഖഛായയായിരുന്നു. നിരഞ്ജൻ ആകെ ആശയക്കുഴപ്പത്തിലെ. കണ്ടിട്ട് ശരണ്യയെ പോലെ തന്നെയുണ്ട്, പക്ഷെ ശരണ്യക്ക് ഇത്ര ഷോർട്ട് ഹെയർ അല്ലല്ലോ ഉള്ളത്. നിരഞ്ജൻ ആ പെൺകുട്ടിയുടെ നേരെ നടന്നു ചെല്ലുന്നത് ആ പെൺകുട്ടിയും ശ്രദ്ധിച്ചിരുന്നു. അവളും ഒരു വശ്യമായ പുഞ്ചിരിയോടെ നിരഞ്ജന്റെ നേർക്ക് ചെന്നു. ഹേ ഹാൻസം, എന്താ രാത്രി ആഘോഷിക്കാൻ വന്നതാണോ? അല്ലടോ, ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. നോട്ട് ഇൻട്രസ്റ്റഡ്. ആഹാ, ഭാര്യയോട് ഇത്രയും ലോയലാണോ? ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്നെ എന്റെ റൂമിൽ വരെ ഒന്ന് ആക്കി തരുമോ? അത് പറ്റില്ലെന്ന് പറയരുത്. ആദ്യമായിട്ട് കാണുന്ന ആ പെൺകുട്ടി എന്തുദ്ദേശത്തിലാണ് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നിരഞ്ജന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾക്കിനി മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്നും അറിയില്ലല്ലോ. നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? മുതലാളിയാവുമ്പോ ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്. ബൈ ദ വേ, ഐ ആം സാനിക. ഓ, പക്ഷേ ഞാൻ കേട്ടത് ഓണർ ഒരു ശരണ്യാണെന്നാണല്ലോ. അത് വേറൊന്നും അല്ലടോ. ഞാൻ എന്റെ ചേച്ചിയുടെ പേരാണ് ഇവിടെയുള്ള എല്ലാ ഗുണ്ടകളെയും പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നിരഞ്ജന്റെ സഹായത്തോടെ സാനിക തന്റെ സ്യൂട്ടിലെത്തി. എന്നാൽ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടി പെട്ടെന്ന് അവനെ ഭ്രാന്തമായ രീതിയിൽ ചുംബിക്കാൻ തുടങ്ങി. നിരഞ്ജൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ ഭ്രാന്തമായ ആവേശത്തോടെ അയാളെ ഉടുമ്പ് പോലെ പിടുത്തമിട്ടിരുന്നു. അവൾ ബലമായി അയാളുടെ ബെൽറ്റ് അടിക്കാൻ ശ്രമിച്ചു. എന്നാൽ നിരഞ്ജൻ അവളെ ബലമായി തള്ളി മാറ്റി കൈവീശി കാരണം പുകച്ചൊരണം കൊടുത്തു. മിസ് സാനിക, നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ കല്യാണം കഴിച്ചതാണെന്ന്. എനിക്ക് നിങ്ങളോട് ഒരു താല്പര്യവും ഇല്ലെന്നും പറഞ്ഞതാ. നിരഞ്ജന് സാനികയോട് ശരണ്യയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം സാനികയെ നോക്കിയ നിരഞ്ജൻ ശ്വാസം നിലച്ചതുപോലെ നിന്നുപോയി. സാനിക നിരഞ്ജന്റെ നേരെ ഒരു തോക്കും ചൂണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അനങ്ങി പോരുത്, നീ എന്നെ തല്ലിയല്ലേ? ഇപ്പൊ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ബോയ്സ് കം ഹിയർ. സാനികയുടെ കയ്യിൽ റിവോൾവർ കണ്ടതും നിരഞ്ജൻ പിന്നെ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. അപ്പോഴേക്കും സാനികയുടെ ഗുണ്ടകളെ കൊണ്ട് ആ റൂം നിറഞ്ഞിരുന്നു. അറസ്റ്റ് ഹിം. ഗുണ്ടകളിൽ ഒരാൾ നിരഞ്ജന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് മുന്നോട്ട് തള്ളി. പേടിക്കണ്ട ഹാൻസം, ഈ വിലങ്ങ് ഇതെന്റെ ഒരു പ്രണയ ഉപഹാരോ. അതും പറഞ്ഞ് സാനിക ഒരു കൊല്ലുന്ന ചിരി ചിരിച്ചു. ഒരിടത്ത് സാനിക തന്റെ ഭ്രാന്തമായ ആഗ്രഹം നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്ത് ഇതൊന്നും അറിയാതെ ശരണ്യ സുമിത്തിന്റെ കൂടെ തന്നെ ആയിരുന്നു. സുമിത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും ഒരു മണ്ടനെ പോലെ തോന്നിക്കുമെങ്കിലും ഈ പുറമേ കാണുന്നതൊന്നുമല്ല അയാളെന്ന് ശരണ്യയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരണ്യ അവനെ തന്റെ കൂടെ കൂട്ടിയത്. നിനക്ക് ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടോ സുമിത്? അറിയണമെങ്കിൽ ചോദിക്ക്, ഞാൻ പറയാം. ചോദ്യമൊന്നുമില്ല മാഡം, പക്ഷെ ഇത് പറയൂ, ചിലപ്പോ സ്റ്റീഫൻ സാറിന്റെ സംശയം ശരിയാണെങ്കിലോ? എങ്കിൽ ദുർഗ ഇപ്പൊ എന്നെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടാവും. ഇനി അഥവാ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മളെങ്ങനെ അറിയും? സുമിത്തിന്റെ ഓരോ ചോദ്യവും പ്രസക്തമായിരുന്നു. അവന്റെ ആ ചോദ്യം ചെയ്യൽ രീതിയാണ് ശരണ്യയെ ആദ്യം മുതൽ ഇംപ്രസ് ചെയ്തത്. സുമിത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ കുറച്ചു സമയം ശാന്തമായിരുന്നു. പിന്നെ വേഗം തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ശരിയാ, അവൾ എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് അറിഞ്ഞേ പറ്റൂ. കട്ടപ്പനയിൽ എന്നെ തേടി ആളുകൾ വരുന്നൊരു സ്ഥലമുണ്ട്. വരൂ, നമുക്ക് ഒരിടം വരെ പോവാം. ശരണ്യ ദുർഗയെ കൈയോടെ പിടിക്കണമെന്ന് കരുതി തന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ ദുർഗ നിരഞ്ജനെ കാത്തു നിൽക്കുകയായിരുന്നു.
നിരഞ്ജൻ രവീണയുടെ ഒപ്പം പോയത് മുതൽ അവൾ വിശ്രമമില്ലാതെ സമയം നോക്കിക്കൊണ്ടിരുന്നു. അന്ന് ആദ്യമായി സമയം ഇഴഞ്ഞാണ് നീങ്ങുന്നത് എന്ന് അവൾക്ക് തോന്നി. നിരഞ്ജൻ അവളുടെ കൂടെ പോകുമ്പോ എല്ലാ ഫോണും ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. എന്തോ ചുറ്റിക്കളിയുണ്ട്. കണ്ടുപിടിച്ചേ മതിയാവൂ. ദുർഗ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ടീനയും നിഷയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തന്റെ ജൂനിയർ ഓഫീസേഴ്സിന്റെ മുന്നിൽ സ്വയം തുറന്നു കാട്ടാൻ ദുർഗ ഇഷ്ടപ്പെട്ടില്ല. അവരൊരിക്കലും തന്റെ ഇമോഷൻസ് അറിയരുത് എന്ന് കരുതിയ ദുർഗ സ്വയം നോർമലാകാൻ ശ്രമിച്ചു. ആ നിരഞ്ജൻ നമ്മളെ പറ്റിക്കാനൊന്നും ശ്രമിക്കുന്നില്ലല്ലോ അല്ലേ? ദുർഗ പെട്ടെന്ന് നിരഞ്ജനെതിരായി സംസാരിക്കുന്നത് കേട്ട് ടീനയും നിഷയും അത്ഭുതത്തോടെ നോക്കി. ദുർഗയും നിരഞ്ജനും തമ്മിലുള്ള അടുപ്പം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത് അവരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവർക്ക് നിരഞ്ജന്റെ വിശ്വസ്തതയിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മാം, എനിക്ക് തോന്നുന്നില്ല. നിരഞ്ജൻ ഇതുവരെ ലോയലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അയാളെ വിശ്വസിക്കാം. ടീന നിരഞ്ജന് വേണ്ടി സംസാരിക്കുന്നത് കേട്ട് ദുർഗ ഞെട്ടി. ഓക്കെ, ഒരു കാര്യം ചെയ്. നിങ്ങൾ എന്നെ നാളെ വന്ന് കാണ്. ഇന്നെനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ടീനയ്ക്കും നിഷയ്ക്കും ദുർഗയുടെ ഭാവമാറ്റം മനസ്സിലായെങ്കിലും അവരത് പുറത്തു കാണിക്കാതെ മിണ്ടാതെ അവിടെ നിന്ന് പോയി. ദുർഗ വാതിൽ വലിച്ചടച്ച് അകത്തേക്ക് പോയി. ഇവിടെ പോയി ഒളിച്ചിരിക്കാൻ നീ. പക്ഷെ പ്ലീസ് എന്റെ പ്ലാൻ ഒന്നും നശിപ്പിക്കരുത്. മറുവശത്ത് സാനികയുടെ ബെഡ്റൂമിൽ അവളെ ഒഴിവാക്കാനായി ശ്രമിക്കുകയായിരുന്നു നിരഞ്ജൻ. അധികം കടന്ന് പെടയ്ക്കാതിരിക്കെ. നിനക്കറിയില്ലേ, എന്റെ കയ്യിലുള്ള ആയുധം ചലിച്ചാ പിന്നെ നിന്റെ ആയുധം ഒരിക്കലും ചലിക്കില്ല. വേറെ എന്തെങ്കിലും ഉപായം നോക്കിയെങ്കിലേ തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിരഞ്ജന് മനസ്സിലായി. എങ്കിൽ പിന്നെ സാനികയുടെ വഴിയിൽ തന്നെ ഒന്ന് പോയി നോക്കാം എന്ന് തന്നെ കരുതി നിരഞ്ജൻ. തൽക്കാലത്തേക്ക് ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ച് അവളോട് സഹകരിക്കുന്ന രീതിയിൽ സാനികയെ പയ്യെ തന്നോട് വലിച്ചടിപ്പിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. സാനിക ഡാർലിംഗ്, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ആളുകളോടൊക്കെ ഒന്ന് പുറത്തു പോകാൻ പറഞ്ഞൂടെ? എനിക്ക് നാണമാവുന്നു. അല്ലെങ്കിൽ തന്നെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എങ്ങനെയാ? ഓ ഓക്കേ ബോയ്സ്, ഗോ ഔട്ട്. തന്റെ അടുത്ത് നിൽക്കുന്ന നിരഞ്ജൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഏജന്റ് ആര്യനാണ് എന്ന സത്യം അറിയാതെയാണ് സാനിക ഇതെല്ലാം ചെയ്യുന്നത്. ആ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇവൾ ഈ സാഹസത്തിന് മുതിരില്ലായിരുന്നു. സാനികയുടെ ആളുകളെല്ലാം പുറത്തു പോയ ഉടനെ നിരഞ്ജൻ അവളുടെ മേലുള്ള പിടിവിട്ട് അവളെ പിന്നിലേക്ക് തള്ളി. വേച്ചു നിലത്തേക്ക് വീണുപോയ സാനികയുടെ മേലേക്ക് അവൻ ചാടി വീണു. അമിത ലഹരിയിലായിരുന്ന സാനികയെ പരാജയപ്പെടുത്താൻ അവൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഒറ്റ അടിയിൽ തന്നെ അവൾ ബോധം കെട്ടു. തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വിലങ്ങഴിച്ചു മാറ്റി നിരഞ്ജൻ പുറത്തേക്ക് കുതിച്ചതും അവിടെ നിന്നും കേട്ട ശബ്ദത്തിൽ നടുങ്ങി. ശരണ്യ തന്റെ ഗുണ്ടകളുമായി വരുമ്പോൾ അവളെ തേടി ദുർഗയും ഇങ്ങോട്ട് വന്നെങ്കിലോ എന്ന് നിരഞ്ജൻ ഭയപ്പെട്ടിരുന്നു. സുമിത്, ക്ലബ്ബ് മുഴുവൻ കാലിയാക്ക്. അവൾ എന്നെ തേടി ഇങ്ങോട്ട് വരാതിരിക്കില്ല. വന്നാ ഇവിടെ നിന്നും അവള് തിരികെ പോവാൻ പാടില്ല. അവളുടെ ജീവിതത്തിൽ അവൾ എടുക്കുന്ന ഏറ്റവും മോശം തീരുമാനമായിരിക്കണം എന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക എന്നത്. ശരണ്യയുടെ ഓർഡർ കിട്ടിയ ഗുണ്ടകൾ ക്ലബ്ബ് കാലിയാക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ ശരണ്യ സാനികയെ അന്വേഷിച്ച് അവളുടെ റൂമിന് നേർക്ക് നടക്കാൻ തുടങ്ങി. സാനികയെ വിളിച്ചുകൊണ്ട് ശരണ്യ ആ റൂമിന്റെ നേർക്ക് വരുന്നത് ആ റൂമിൽ തന്നെ ഒളിച്ചിരുന്ന നിരഞ്ജൻ അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് നന്നായി അറിയാമായിരുന്നു തന്റെ അനിയത്തി ആരുടെ കൂടെ വേണമെങ്കിലും പോയി കിടക്കാൻ മടിയില്ലാത്തവളാണെന്ന്. നിരഞ്ജൻ കയ്യിലെ വിലങ്ങഴിച്ച് പുറത്തേക്കിറങ്ങിയതും സാനികയുടെ റൂമിന് പുറത്ത് നിരഞ്ജനെ കണ്ട് ശരണ്യ ഞെട്ടി. നീയോ? നീ എന്താ ഇവിടെ? നിരഞ്ജൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ നിരഞ്ജനെ ഒറ്റയ്ക്ക് പുറത്ത് കണ്ട ഗുണ്ടകൾ ഉറക്കെ നിലവിളിച്ചു. അയ്യോ, ഇവനെന്താ ഒറ്റയ്ക്ക്? സാനിക മാഡം ഇവന്റെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ. ഓ, ഇത് നോക്ക്, ഇവൻ സാനിക മാഡത്തിന് എന്തോ ചെയ്ത് ബോധം കെടുത്തിയിട്ടേക്കാ. ഇത് കേട്ട് ശരണ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. തന്റെ അനിയത്തിയെ ഉപദ്രവിച്ചവനെ വെറുതെ വിട്ടുകൂടാ എന്ന ചിന്തയോടൊപ്പം സുമിത് നൽകിയ താക്കീതും അവൾക്ക് ഓർമ്മ വന്നു. മാഡം, നിങ്ങൾ ശരിയായ ട്രാപ്പാണ് വെച്ചത്. പക്ഷെ കുടുങ്ങിയത് നമ്മൾ പ്രതീക്ഷിച്ചെലിയല്ല. ഏജന്റ് ഇവനാണ്, അവളല്ല. ഇവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇവൻ ഇവിടെ നിന്നും ജീവനോടെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ബോയ്സ്, അറ്റാക്ക്! അവനെ വെറുതെ വിടരുത്. അവനെ വെറുതെ വിടരുത്. അവന്റെ ഓരോ എല്ലും വേറെ വേറെ ഊരിയെടുക്കണം. ഈ ശരണ്യോട് കളിച്ചവരാരും പിന്നെ അതോർത്ത് വിഷമിക്കാൻ പോലും ഞാൻ അവസരം കൊടുത്തിട്ടില്ല. കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതുതന്നെ ആവട്ടെ ഇവന്റെ അവസ്ഥയും. ഇത്രയധികം ഗുണ്ടകൾ തന്റെ നേരെ പാഞ്ഞടുക്കുന്നത് കണ്ടിട്ടും നിരഞ്ജൻ ഒരു കുലുക്കവും ഉണ്ടായില്ല. അവന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടാൽ ഒരു വലിയ ആർമിയെ തന്നെ നേരിടാൻ താൻ ഒറ്റയ്ക്ക് മതി എന്ന് തോന്നുമായിരുന്നു. ഞാൻ എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും ഇവന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന് ഇടി മേടിക്കുവാണല്ലോ ദൈവമേ. മനുഷ്യനെ നന്നാകാനും സമ്മതിക്കില്ല ഇവനൊന്നും. നിരഞ്ജൻ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ആ ഗുണ്ടകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി.
കട്ടപ്പനയിലെ തടിമാടന്മാരായ ആ ഗുണ്ടകളൊന്നും തന്നെ നിരഞ്ജൻ നേടിയെടുത്ത ആർമി ട്രെയിനിങ്ങിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ഇവൻ ആരടാ? ഇവനൊന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. അവനെ ഇടിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നമുക്കിടി വീണിരിക്കും. അവനെ വെറുതെ വിടരുത്, വേഗം വാ. ഒന്നാമത്തെ ഗുണ്ട വേഗം ചാടി എഴുന്നേറ്റ് നിരഞ്ജന്റെ നേരെ ഓടിയെടുത്തു. ഇനി നിന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ലടാ. എന്നാൽ നിരഞ്ജന്റെ ഒറ്റയടിയിൽ തന്നെ അയാൾ പറന്നു വന്നതുപോലെ നിലത്ത് കിടന്നിരുന്ന തന്റെ കൂട്ടുകാരന്റെ അടുത്ത് വന്ന് വീണു. അയ്യോ, എന്റെ എല്ലെല്ലാം അടിച്ചു നുറുക്കി. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് വെള്ളോടിയും കൂടുതലായിരുന്നു, അതുകൊണ്ടായിരിക്കും സ്റ്റാമിന ഇല്ലാത്ത. എടാ, CM മദ്യം നിരോധിച്ചില്ലേ, പിന്നെ ഞാൻ എവിടെ നിന്ന് കുടിക്കാനാ? CM മദ്യം നിരോധിച്ചാലും ഇല്ലെങ്കിലും നീ ഇപ്പൊ ബോധം കെട്ടതുപോലെ അഭിനയിച്ചോ, ഇല്ലെങ്കിൽ അവനിപ്പോ നിന്നെ കൊല്ലും. അവന്റെ വാക്ക് കേട്ടതും ഒരാളല്ല 3-4 ഗുണ്ടകൾ പെട്ടെന്ന് ബോധം കെട്ടതുപോലെ അഭിനയിച്ചു. ഇവിടെ നിരഞ്ജൻ എല്ലാ ഗുണ്ടകളുടെയും കാലനെ പോലെ മുന്നേറിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട ശരണ്യയുടെ മുഖം പേടികൊണ്ട് നിറഞ്ഞു. സുമിത് വേഗം അവളെയും കൂട്ടി അവിടെ നിന്ന് സ്ഥലം വിട്ടു. മാഡം, ഇത്രയ്ക്ക് ശക്തനായ ഒരാൾ നിങ്ങളുടെ പുറകിലുണ്ടെന്ന് എന്നോട് പറഞ്ഞതേയില്ലല്ലോ. അവൻ എന്റെ ആരുമല്ല, മാത്രമല്ല അവൻ ഈ നാട്ടിൽ തന്നെ ഉള്ളവനുമല്ല. സുമിത് പെട്ടെന്ന് സീരിയസ് ആയി. അവനും കട്ടപ്പനയിൽ തന്നെ ഉള്ളതാണ്. ഇത്രനാൾ ക്രൈം ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും നിരഞ്ജനെ അവൻ ആദ്യമായാണ് കാണുന്നത്. സുമിത് പെട്ടെന്ന് നിരഞ്ജന്റെ ഫോട്ടോ എടുത്ത് ടാബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒപ്പം തന്നെ ഡാർക്ക് വെബിലും സെർച്ച് ചെയ്തു. ആ നിമിഷം തന്നെ അവന്റെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു. മാഡം, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഇയാൾ കട്ടപ്പനയിലുള്ളതല്ല. ഇത് ഏജന്റ് ആര്യനാണ്. ഇത് കേട്ട് ശരണ്യയും ബോധം പോയതുപോലെയായി. തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ടാസ്കിന് വേണ്ടിയാണ് ആര്യൻ വന്നിരിക്കുന്നത് എന്ന് ശരണ്യയ്ക്ക് മനസ്സിലായി. സുമിത്തിനും ഇതൊന്നും മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. മാഡം, ഞാൻ ഇപ്പൊ തന്നെ കൂടുതൽ ആളുകളെ വിളിക്കാം. ഏജന്റ് ആര്യൻ അവിടെ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് കരുതി കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അയാളെ ഒതുക്കാനാകുമെന്ന് സുമിത്തിന് തോന്നി. എന്നാൽ പുറത്തിറങ്ങിയ സുമിത്തിനെ ഒരു ജോഡി കണ്ണുകൾ നിരീക്ഷിക്കുന്നത് അയാൾ അറിഞ്ഞില്ല. മറ്റാരുമല്ല, രവീണ. അകത്തുനിന്ന് വരുന്ന നിലവിളിയിൽ നിന്നും നിരഞ്ജനകത്ത് എല്ലാത്തിനും എടുത്ത് പെരുമാറുന്നത് വ്യക്തമാ. അപ്പോ ശരണ്യയുടെ ഈ വളർത്തുന്നായ സുമിത്ത് ഇവിടെ പുറത്തെന്ത് ചെയ്യാ? രവീണ സുമിത്തിന്റെ കണ്ണിൽ പെടാതെ അവന്റെ അടുത്തെത്തി. അപ്പോൾ അവൻ സഹായത്തിന് വേണ്ടി കൂടുതൽ ആളുകളെ വിളിക്കുന്നത് കണ്ടതും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കുറഞ്ഞത് 1000 പേരെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരണം. സുമിത് ഫോണിൽ ജവാൻ ക്ലബിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് തന്നെ രവീണ ചാടി വീണ് ഒറ്റ പഞ്ചിൽ അവന്റെ ബോധം കളഞ്ഞു. രവീണ സുമിത്തിനെ ബോധം കെടുത്തിയെങ്കിലും ഫോൺ കോൾ കട്ടായിരുന്നില്ല. മറുതലയ്ക്കൽ അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹലോ സുമിത്ത്, 1000 ആളെ എങ്ങോട്ടേക്ക് വിടണമെന്ന് പറഞ്ഞേ? എന്താ, പാർട്ടിയാണോ? അയ്യോ ചേട്ടാ, 1000 ആളല്ല, 1000 രൂപ വേണമെന്നാ പറഞ്ഞത്. എന്താ, കൊണ്ടുവരുമോ? അയ്യോ, അതാണോ? ദേ ഇപ്പൊ കൊണ്ടുവരാം. എവിടെയാ കൊണ്ടുവരേണ്ടത്? കട്ടപ്പന ജംഗ്ഷനില്. ഇവിടെ രവീണയുടെ തക്ക സമയത്തെ ഇടപെടൽ കൊണ്ട് സുമിത്തിനെ മാത്രമല്ല അവൻ പുറത്തുനിന്ന് വിളിച്ച ആളുകളെയും ബ്ലോക്ക് ചെയ്തു രവീണ. നിരഞ്ജൻ ഉള്ളിൽ തന്റെ ജോലി പൂർത്തിയാക്കിയിരുന്നു. ഏറെ നേരമായിട്ടും സുമിത് തിരിച്ചു വരാഞ്ഞതിനെ തുടർന്ന് ശരണ്യയ്ക്ക് എന്തോ അപകടം മണത്തു. അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോ ഒരുത്തനും ഉണ്ടാവില്ല, എല്ലാവനും ഓടി രക്ഷപ്പെടും. നിരഞ്ജൻ പതുക്കെ നടന്ന് ശരണ്യയുടെ തൊട്ടടുത്തെത്തി. ഇനിയും ഏതെങ്കിലും വളർത്തുനായകൾ ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്ത്. കാരണം ഞാൻ ഇപ്പം നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. അങ്ങനെ എന്റെ തന്നെ ജോലിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഡാർക്ക് വെബിൽ എന്നെ തട്ടിക്കൊണ്ടു പോകാനുള്ള ടാസ്ക് ഇട്ടത് ഞാൻ തന്നെയാ. ഇത് കേട്ട് നിരഞ്ജൻ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കിഡ്നാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ ഇങ്ങനെയൊക്കെ നമ്പർ ഇടുന്നത് ആദ്യമായിരിക്കും. ഇനി അത് നിങ്ങളിട്ടതായാലും വേറെ ആരെങ്കിലും ഇട്ടതായാലും നിങ്ങളെ ഞാൻ കിഡ്നാപ്പ് ചെയ്യും. കാരണം 40 ലക്ഷത്തിന്റെ കഥയെ. ഇത് കേട്ട് ശരണ്യയുടെ മുഖത്തെ പേടി മാറി. നോക്ക് നിരഞ്ജൻ, നിങ്ങൾ ഈ മിഷൻ തോറ്റിട്ടൊന്നുമില്ല. കാരണം നിങ്ങൾ എന്റെ അടുത്തെത്തിയില്ലേ. ഞാൻ നിങ്ങൾക്ക് 10 അല്ല 20 ലക്ഷം കൂടെ തരാം. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. സമ്മതമാണോ? നിങ്ങൾക്ക് വേണ്ടിയോ? അതെ, എനിക്ക് വേണ്ടി തന്നെ. നീ ഓക്കെ പറയൂ, നിനക്ക് ഞാൻ കൈ നിറയെ ക്യാഷ് തരും. ശരണ്യ കൈ നീട്ടി ആത്മവിശ്വാസത്തോടെ നിരഞ്ജനെ തന്നെ നോക്കി നിന്നു. അവൾക്ക് ഉറപ്പായിരുന്നു നിരഞ്ജൻ അവളുടെ ഓഫർ സ്വീകരിക്കുമെന്ന്. പക്ഷേ നിരഞ്ജൻ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവന് മാത്രമേ അറിയൂ. നിരഞ്ജൻ ഒന്നും പറയാതെ ശാന്തനായി നിൽക്കുന്നത് കണ്ട് ശരണ്യ നെർവസ് ആകാൻ തുടങ്ങി. എന്നാൽ അത് പുറത്തു കാണിക്കാതെ അവൾ സംസാരിച്ചു തുടങ്ങി. എന്തു പറ്റി ഏജന്റ്? ആക്ച്വലി ഞാൻ ഈ ടാസ്ക് വഴി അറിയാൻ ആഗ്രഹിച്ചത് എനിക്ക് എത്ര ശത്രുക്കളുണ്ടെന്ന് കൂടിയാ. ഞാൻ നിനക്ക് 40 ലക്ഷം രൂപയും തരും. നിന്റെ പ്രൊഫൈലിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതായി ആഡ് ചെയ്യുകയും ചെയ്യാം. ഇതുകൂടാതെ
ടാസ്ക് അക്സെപ്റ്റ് ചെയ്ത എല്ലാ ഏജൻസിന്റെ റെക്കോർഡ്സ് ഞാൻ എടുത്തു വെച്ചിരുന്നു. നിരഞ്ജൻ ഓർമ്മയുണ്ടായിരുന്നു, ആ സൈറ്റിൽ 10ഓളം ഏജന്റ്സ് ഈ ടാസ്ക് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടതാണെന്ന ഓർമ്മ നിനക്കുണ്ടാവണം. അത് മറന്ന് നീ പ്രവർത്തിക്കരുത്. യെസ് ശരണ്യ, ഇനി ഞാൻ നിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. തനിക്കെന്നെ വിശ്വസിക്കാം. മറുവശത്ത് ജവാൻ ക്ലബിന്റെ പുറത്തു നിന്ന രവീണ നിരഞ്ജൻ ഇതുവരെ പുറത്തു വരാത്തതിനെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു. ഉള്ളിൽ നിരഞ്ജൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്ന ഭയത്തിൽ രവീണ ക്ലബിനുള്ളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവളുടെ ശ്രദ്ധ ക്ലബിന്റെ മെയിൻ ഗേറ്റിലേക്ക് നീണ്ടു. ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. നിരഞ്ജൻ കയ്യിലൊരു വലിയ ഭാരമുള്ള ബാഗും താങ്ങിപ്പിടിച്ച് വരുന്നുണ്ടായിരുന്നു. രവീണ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എന്തുപറ്റി? ഈ ബാഗിലെന്താ? ഇതാരെയെങ്കിലും കൊന്നിട്ട് ശവമൊന്നും ബാഗിലാക്കി കൊണ്ടുവരുന്നതല്ലോ അല്ലേ? ശവമൊന്നും അല്ല രവീണ, ഇതിലും മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു സാധനം. ഹാർഡ് കോർ ക്യാഷ്. മൊത്തം 40 ലക്ഷം. രവീണയുടെ മുഖത്ത് ആശ്ചര്യം നിറഞ്ഞു. അവളോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ ആ ക്യാഷ് കാറിന്റെ പിൻ സീറ്റിലേക്ക് വെച്ചു. എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്? സി രവീണ, ഐ നീഡ് യുവർ ഹെൽപ്പ്. കുറച്ച് ദിവസത്തേക്ക് ഈ ക്യാഷ് നീ നിന്റെ കയ്യിൽ വെക്കണം. ഞാൻ തിരികെ ചോദിക്കുമ്പോൾ തന്നാൽ മതി. രവീണയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. നിരഞ്ജന്റെ ഒപ്പം ക്ലബിന്റെ ഉള്ളിലേക്ക് ചെല്ലാത്തതിൽ അയാൾക്ക് തന്നോട് നീരസമുണ്ടാകുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ പെട്ടെന്ന് അയാൾ തന്നോട് 40 ലക്ഷം സൂക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് സ്വന്തം ചെവികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇത്രയും ക്യാഷ് എന്റെ കയ്യിൽ വെക്കാൻ? അതെ രവീണ, ഇത് നീ തന്നെ സൂക്ഷിക്കണം. എനിക്ക് നിന്നെ അത്രയും വിശ്വാസമാണ്. നിന്നെപ്പോലെ മറ്റാരെയും ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. നിരഞ്ജൻ രവീണയുടെ തോളിൽ തൻ്റെ കൈത്തലം അമർത്തി. നിരഞ്ജന്റെ കണ്ണുകളിൽ തന്നോടുള്ള വിശ്വാസം രവീണയ്ക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. നിരഞ്ജൻ ആ ക്യാഷ് രവീണയെ ഏൽപ്പിച്ചതിന് ശേഷം വേഗത്തിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തി ദുർഗയോട് എന്തു പറയും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നിരഞ്ജന് ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു. അവൻ അറിയാമായിരുന്നു, വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ദുർഗയ്ക്ക് അവനോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാൻ നിൽക്കാതെയാണ് അയാൾ രവീണയുടെ ഒപ്പം ഇറങ്ങിപ്പോയത്. നിരഞ്ജൻ വീട്ടിലെത്തി നോക്കുമ്പോൾ ദുർഗ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. താനിതുവരെ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരും? നീ ഒന്നും പറയാതെയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്നിട്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചില്ലേ? എന്നിട്ടിപ്പോ ഉറങ്ങിയില്ല എന്നൊരു ചോദ്യം. ദുർഗയുടെ ദേഷ്യത്തിൽ അവൾക്ക് നിരഞ്ജനോടുള്ള സ്നേഹം പ്രകടമാകുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ നിരഞ്ജനിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. ഇപ്പൊ ഇങ്ങനെ നിന്ന് ചിരിക്കുന്ന എന്തിനാ? എവിടെ പോയതാണെന്ന് പറഞ്ഞൂടെ? ദുർഗ, അത് ആ രവീണ ശരണ്യെക്കുറിച്ച് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അതുകൊണ്ട് ഞാൻ... അപ്പോൾ ദുർഗ അവനെ പറയാൻ അനുവദിക്കാതെ തുടർന്നു. ശരണ്യയുടെ ആ ടാസ്കിനെ കുറിച്ചാണെങ്കിൽ അത് നീ മറന്നേക്ക്. അതൊരു ഫേക്ക് ടാസ്ക് ആയിരുന്നു. അത് അവള് തന്നെ ഓർഗനൈസ് ചെയ്തതാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പക്ഷെ ദുർഗ, നിന്നോട് ഇതാരാ പറഞ്ഞത്? ആ ശരണ്യ ഏതാ മോള്? ഭയങ്കര സൂത്രശാലിയാ അവള്. എല്ലാം അവളുടെ പണിയാ. അതും വിശ്വസിച്ച് അതിന്റെ പുറകെ നടന്ന് വെറുതെ നീ നിന്റെ സമയം കളയാ. ദുർഗയെ ഒരു ശരാശരി ഏജന്റായാണ് നിരഞ്ജൻ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ദുർഗ പറയുന്നത് കേട്ടപ്പോൾ അവളും തന്റെ പ്രൊഫഷണൽ ഒരു പ്രഗത്ഭയാണെന്ന് അയാൾക്ക് മനസ്സിലായി. നിരഞ്ജൻ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നതിനാൽ ദുർഗ പിന്നെ അവനെ ശല്യം ചെയ്യാൻ നിന്നില്ല. രാത്രി അത്ര വൈകി കിടന്നതിനാൽ രാവിലെ ദുർഗ കുലുക്കി വിളിക്കുമ്പോഴാണ് നിരഞ്ജൻ കണ്ണു തുറന്നത്. എന്തുപറ്റി? ആരെങ്കിലും നിന്നെ ആക്രമിച്ചോ? അതെ, നിന്റെ ബോസ് സ്റ്റീഫൻ ഇതുവരെ ഒരു 13 തവണയെങ്കിലും കോൾ ചെയ്തിട്ടുണ്ട്. അയാളെ ആരെങ്കിലും ആക്രമിച്ചോന്നൊന്ന് വിളിച്ചു ചോദിക്കേ. 13 തവണയോ? ഇതെന്താ ആദ്യമേ പറയാതിരുന്നേ? നീ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ കുളിക്കായിരുന്നു. ദിസ് ഇസ് നോട്ട് ഫെയർ ദുർഗ, നോട്ട് ഫെയർ. ഇത് കേട്ട് തന്റെ തലമുടി ഉണക്കുകയായിരുന്ന ദുർഗ ദേഷ്യത്തിൽ നിരഞ്ജനെ നോക്കി എന്തോ പറയാൻ ഭാവിച്ചതും വീണ്ടും സ്റ്റീഫൻ കോൾ ചെയ്യുന്നത് കണ്ട് പറയാൻ വന്നത് നിർത്തി നിരഞ്ജനെ നോക്കി. യെസ് സർ. നിരഞ്ജൻ, നീ എവിടെയാ? എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തിച്ചേരണം, ഒരു എമർജൻസി ഉണ്ട്. സ്റ്റീഫന്റെ ശബ്ദത്തിലെ ആശയക്കുഴപ്പം മനസ്സിലാക്കിയ നിരഞ്ജൻ പെട്ടെന്ന് അലേർട്ടായി. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് നിരഞ്ജന് തോന്നി. പക്ഷെ സർ, എന്താ സംഭവിച്ചത്? എന്നെ ഇങ്ങനെ ടെൻഷനാക്കല്ലേ. എത്രയും പെട്ടെന്ന് വരൂ നിരഞ്ജൻ, പറഞ്ഞില്ലേ എമർജൻസി ആണെന്ന്. സമയം കളയാതെ വരാൻ നോക്ക്, വന്നിട്ട് പറയാൻ ബാക്കിയല്ല. സ്റ്റീഫൻ എമർജൻസി എന്നുള്ള വാക്ക് പറഞ്ഞു കേട്ടതും നിരഞ്ജൻ വേഗം എഴുന്നേറ്റു. എന്തുപറ്റി? അറിയില്ല, അയാൾ എമർജൻസി ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ചേറെ നാളുകളായി നിരഞ്ജൻ സ്റ്റീഫന്റെ ഒപ്പം ജോലി ചെയ്യുന്നു. അയാളുടെ ഓരോ നോട്ടത്തിന്റെ അർത്ഥം പോലും
എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന നിരഞ്ജൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ എമർജൻസി എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഇത്ര പരിഭ്രാന്തനായി ഓടിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു ദുർഗ. നിരഞ്ജൻ വളരെ ധൃതിയിൽ തന്നെ റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെട്ടു. അയാൾ അവിടെ എത്തുമ്പോൾ സ്റ്റീഫൻ തന്റെ ക്യാബിനിൽ വളരെ ശാന്തനായിരിക്കുന്നതാണ് കണ്ടത്. അവിടെ യാതൊരു വിധത്തിലുള്ള എമർജൻസിയും ഉള്ളതായി നിരഞ്ജന് തോന്നിയില്ല. അപ്പോഴാണ് സ്റ്റീഫന്റെ ക്യാബിനിൽ ഓഫീസ് ഫോർമൽസ് ധരിച്ച് ഒരു പെൺകുട്ടി നിൽക്കുന്നത് നിരഞ്ജന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിരഞ്ജന്റെ നോട്ടം തന്റെ ഒപ്പമുള്ള പെൺകുട്ടിയിലാണെന്നുള്ളത് സ്റ്റീഫനും ശ്രദ്ധിച്ചിരുന്നു. എന്താ നിരഞ്ജൻ, 20 മിനിറ്റാണ് നീ ലേറ്റായത്, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നിരഞ്ജൻ അയാളെ ഒന്ന് നോക്കി. സർ, അത് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. സാറിന് അറിയാവുന്നതല്ലേ ഇവിടെ ഈ കട്ടപ്പന ടൗണിലെ ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച്. എനിക്ക് നിന്നെക്കുറിച്ചും എല്ലാം അറിയാം നിരഞ്ജൻ. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും എനിക്കറിയാം. ഇത്തവണ സ്റ്റീഫനുള്ള മറുപടി കൊടുക്കാൻ നിരഞ്ജന് കുറച്ച് സമയം വേണ്ടി വന്നു. സോറി സർ, ഇനി ഞാൻ തുടക്കം മുതൽ ശ്രദ്ധിച്ചോളാം. സാറ് ഫോണിൽ എന്തോ എമർജൻസി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ സ്റ്റീഫൻ മറുപടി പറയാതെ മൗനം പാലിച്ചതേയുള്ളൂ. എന്നാൽ സ്റ്റീഫന്റെ ക്യാബിനിലുണ്ടായിരുന്ന ആ പെൺകുട്ടി വേഗം മുന്നോട്ട് കടന്നു വന്നു. നോക്ക്, 10 മണിക്ക് നെടുമ്പള്ളിൽ ഗ്രൂപ്പിലെ എല്ലാ സ്റ്റാഫിന്റെയും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതാ. പക്ഷേ നിങ്ങൾ പറഞ്ഞ സമയത്ത് വന്നതുപോലുമില്ല. ഞാൻ മിസ്റ്റർ സ്റ്റീഫന്റെ മാനേജറാ. അതുകൊണ്ട് നോട്ടത്തിലൊക്കെ കുറച്ച് കൺട്രോൾ ആവാം. നിങ്ങളിപ്പോ തൽക്കാലം എന്റെ കൂടെ വരും. നിങ്ങൾക്ക് കുറച്ച് ജോലികൾ പറഞ്ഞു മനസ്സിലാക്കി തരാനുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഷെഡ്യൂളുകളിൽ നിന്നും കുറച്ച് പിന്നിലേക്കായി. പെട്ടെന്ന് പോരെ. നിരഞ്ജന് സാക്ഷിയുടെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുറച്ചു സമയം കൊണ്ട് തന്നെ അവളെ നിരഞ്ജൻ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ നിരഞ്ജൻ അവളുടെ പിന്നാലെ ചെന്നു. അവൾ അവനെയും കൊണ്ട് ഫുഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോയത്. നിരഞ്ജൻ നോക്കുമ്പോൾ അതൊരു വലിയ ഹോളാണ്. അവിടെ ഒരുപാട് ജോലിക്കാർ ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു. നിരഞ്ജൻ, ഇവിടെ 10 ടീമുണ്ട്. നീ 10 ടീമിന്റെയും വർക്ക്, സെയിൽസിന്റെ ടാർഗറ്റ്, അവരുടെ കേറ്ററിംഗ് വർക്ക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കണം. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഒരു പെൺകുട്ടി തന്നോട് ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് എന്തിനാണെന്ന് നിരഞ്ജന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സാക്ഷി വെറും ഒരു ജോലിക്കാരനോട് എന്നതുപോലെ നിരഞ്ജനോട് പെരുമാറിയിട്ടും അയാൾ മറുത്തൊന്നും പറയാൻ പോയില്ല. കാരണം അയാൾക്ക് ദുർഗയുടെ അടുത്ത് തന്നെ തുടരാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ജോലിയുടെ കാര്യങ്ങളെല്ലാം നിരഞ്ജനെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം സാക്ഷി അവിടെ നിന്ന് പോയി. ഫുഡ് സെക്ഷനിലെ ജോലിക്കാരെല്ലാവരും സാക്ഷി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നിശബ്ദരായിരുന്നു. എന്നാൽ സാക്ഷി പോയതും എല്ലാവരും ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നെടുമ്പള്ളിയിൽ ഗ്രൂപ്പിലുള്ള സാക്ഷിയുടെ ഹോൾഡ് ഇതിനോടകം തന്നെ നിരഞ്ജന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവിടെ ജോലി ചെയ്യുന്നവരെയെല്ലാം ഒരിക്കൽ കൂടെ നോക്കി കണ്ടുകൊണ്ട് നിരഞ്ജൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഹാളിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു സംസാരം കേട്ടത്. നോക്ക് നന്ദു, കൊച്ചിയിൽ നടക്കുന്ന കാറ്ററിങ്ങിന് ഞങ്ങളുടെ ടീമാണ് പോകുന്നത്. ഇപ്പോഴേ പറഞ്ഞേക്കാം. ആഹാ, എന്നാ എനിക്ക് അതൊന്ന് കാണണമല്ലോ. കൊച്ചിയിൽ ഇത്തവണ ഞങ്ങളുടെ ടീമാണ് പോകാൻ പോകുന്നത്. വെറുതെ നിന്നെയൊക്കെ അടിച്ച് ചുരുട്ടിയിട്ടിട്ട് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് മോൻ ചുമ്മാ കയറി ഞങ്ങളോട് മുട്ടാൻ നിൽക്കണ്ട. ഇവരുടെ ഉച്ചത്തിലുള്ള വാഗ്വാദം കേട്ട് നിരഞ്ജനെ കൂടാതെ അവിടെ ജോലി ചെയ്യുന്ന ബാക്കി എല്ലാ സ്റ്റാഫുകളും വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. ഈ വഴക്ക് ശരിക്കും കാറ്ററിംഗ് ടീം 9-ലെ നന്ദുവും ടീം 10-ലെ അപ്പുവും തമ്മിലായിരുന്നു. കൊച്ചിയിൽ നടക്കുന്ന കാറ്ററിംഗിൽ തങ്ങളുടെ ടീമാകും പോവുക എന്ന് രണ്ടുപേരും തർക്കിച്ചുകൊണ്ടേയിരുന്നു. നിരഞ്ജന് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവസാനം അയാൾ ഇവരുടെ മധ്യത്തിലേക്ക് ചെന്ന് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. എടോ, ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഇന്ന് എൻ്റെ ആദ്യത്തെ ദിവസമാണ്. വന്ന ദിവസം തന്നെ എൻ്റെ ടീമിൽ നിന്ന് ആരെയും എടുത്ത് പുറത്ത് കളയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് പറയും. സംഭവം എന്താ? സാറാണല്ലോ അപ്പോൾ ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റ് ഹെഡ്. ഞാനെല്ലാം പറയാം, കേട്ടിട്ട് സാറ് തന്നെ പറയും ഞങ്ങളുടെ ഭാഗത്ത് ശരിയില്ലേന്ന്. നോക്ക് സാറേ, എല്ലാ തവണയും നന്ദു തന്നെയാണ് ഈ കാറ്ററിങ്ങിനൊക്കെ പോകുന്നത്. അവിടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന കാറ്ററിങ്ങിൽ പെൺകുട്ടികൾ നൃത്തം ചെയ്യാറുണ്ട്. കഴിഞ്ഞ കൊല്ലവും നന്ദും ടീമുമാണ് അവിടെ പോയത്. ഇവനൊക്കെ ആ പെൺപിള്ളേർ കിടന്ന് ചാടുന്നത് കാണാൻ പോകുന്നതാ സാറേ. നിരഞ്ജൻ ഒന്ന് തല കുടഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കി. അപ്പു, നീ എനിക്കൊരു കാര്യം പറഞ്ഞതാ. നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? കാറ്ററിങ്ങിനോ അതോ ആ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കാണാനോ? സാറ് ശരിക്കും പോകുന്നത് കാറ്ററിങ്ങിന് തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ ഡാൻസും കൂടെ കണ്ട ആ മാസം മൊത്തം മനസ്സ് നല്ല ഫ്രഷായിരിക്കും. നിരഞ്ജൻ തലചരിച്ച് നന്ദുവിനെ നോക്കി. നന്ദു, കഴിഞ്ഞ തവണ നീ കൊച്ചിയിൽ പോയതല്ലേ? നിരഞ്ജന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അയാൾ അപ്പുവിന്റെ ഭാഗത്താണ് നിൽക്കാൻ പോകുന്നതെന്ന് നന്ദുവിന് ഏറെക്കുറെ വ്യക്തമായിരുന്നു. അതെ സാർ, ഇത്തവണ അപ്പുവിന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവനെ അയച്ചോളൂ സാർ. പക്ഷേ
അവനോട് പറയണം അടുത്ത തവണ വീണ്ടും കൊച്ചി കാറ്ററിങ്ങിന് എൻ്റെ ടീമാണ് പോകുന്നതെങ്കിൽ വഴക്കിന് വരാൻ പാടില്ലെന്ന്. നിരഞ്ജൻ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് രണ്ടാളെയും മാറി മാറി നോക്കി. ഓക്കെ, അപ്പോ ഈ വഴക്കിനിപ്പോൾ ഒരു പരിഹാരമായില്ലേ? അപ്പുവിൻ്റെയും നന്ദുവിൻ്റെയും വഴക്ക് പരിഹരിച്ചതിൽ നിരഞ്ജൻ അതിയായ സന്തോഷം തോന്നി. എന്നിട്ട് അവിടെ കൂടി നിന്നവരോടെല്ലാം സമാധാനമായി പോയി ജോലി ചെയ്തോളാൻ പറഞ്ഞതിന് ശേഷം നിരഞ്ജൻ പുറത്തേക്ക് നടന്നു. എന്നാൽ പെട്ടെന്ന് ആരെയോ കണ്ട് അവനൊന്ന് ഞെട്ടി. നീയോ? നീ എന്തിവിടെ? തന്റെ തൊട്ടുമുന്നിൽ സാനികയെ കണ്ടായിരുന്നു നിരഞ്ജൻ ഞെട്ടിയത്. സാനികയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൾക്ക് പെട്ടെന്ന് തലേദിവസം രാത്രി നിരഞ്ജൻ തന്നോട് ചെയ്തതൊക്കെ ഓർമ്മ വന്നു. ആ അതേടാ, ഞാൻ തന്നെ. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ പ്രോജക്ട് ഹെഡായിട്ട് ജോലി നോക്കുക. ഓ, അപ്പൊ നീയാണ് പുതുതായിട്ട് വന്ന പ്രോജക്ട് ഹെഡ് അല്ലേ? അപ്പോ എനിക്ക് നിന്നെ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. ജവാൻ ക്ലബിന്റെ ഉടമയായതുകൊണ്ട് മാത്രമായിരുന്നില്ല സാനിക നെടുമ്പള്ളിൽ ഓഫീസിലേക്ക് വന്നത്. ശരണ്യ വഴി സാനിക നെടുമ്പള്ളിൽ ഗ്രൂപ്പിൽ വളരെ ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഇപ്പോൾ അവിടെ സാനികയോട് കുറച്ച് സ്നേഹത്തിലൊക്കെ ഇടപെട്ടാലേ തനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന സത്യം ഇതിനോടകം നിരഞ്ജൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ സാനികയുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ദേഷ്യം നിരഞ്ജനെ കുറച്ചൊന്നുമല്ല ടെൻഷനിലാക്കിയത്. നീ എന്നോട് ഇന്നലെ രാത്രിയിലെ സംഭവത്തിന് പകരം വീട്ടുന്നതിനെക്കുറിച്ച് വല്ലതാണോ ചിന്തിക്കുന്നത്? അതെ മിസ്റ്റർ നിരഞ്ജൻ, ഞാൻ അത് മാത്രമാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്നോടും എന്റെ ആളുകളോടും ചെയ്തത് ഞാൻ പിന്നെ അങ്ങ് ക്ഷമിച്ചേനെ. പക്ഷെ നീ ശരണ്യ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതെനിക്ക് ക്ഷമിക്കാനാവില്ല. നിരഞ്ജൻ കുറച്ച് സമയമെടുത്ത് ഒന്ന് ചിന്തിച്ച് ശാന്തനായതിനു ശേഷം പതിയെ സാനികയുടെ അരികിലേക്ക് ചെന്നു. കാരണം അയാൾക്ക് അറിയാമായിരുന്നു സാനികയ്ക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയില്ല എന്നത്. നോക്ക് സാനിക, ഞാൻ പൈസ വാങ്ങിയത് നിങ്ങളുടെ സഹോദരിയെ ഭീഷണിപ്പെടുത്തിയോ കത്തി കാട്ടിയോ അല്ല. അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ഡീല് മാത്രമാ. നീ എന്റെ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്നതാണെന്ന് എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോണില്ല. നിനക്കിനി എന്റെ കയ്യിൽ നിന്നും രക്ഷയില്ല നിരഞ്ജൻ. എടോ, ഒന്ന് വിശ്വസിക്കേ, എന്റെ കല്യാണം കഴിഞ്ഞതാ. ഇപ്പൊ നീ വിശ്വസിപ്പിക്കേണ്ടത് എന്നെയല്ല, നിന്റെ ബോസ് സ്റ്റീഫനെയാ. 40 ലക്ഷമാ ഈ ആഴ്ചയിലെ നിന്റെ സെയിൽസ് ടാർഗറ്റ്. നോക്കിക്കോ, അത് തികയ്ക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഈ ജോലി നീ അങ്ങ് മറന്നേക്കണം. നിരഞ്ജൻ തലയിൽ കൈവച്ചുപോയി. താൻ വളരെ വലിയൊരു കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് നിരഞ്ജന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. 40 ലക്ഷത്തിന്റെ ടാർഗറ്റൊന്നും തന്നെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നത് അയാൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. പെട്ടെന്ന് ദുർഗയെ ഓർമ്മ വന്നതും നിരഞ്ജന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നീ പറഞ്ഞ ഈ ആഴ്ച 40 ലക്ഷമല്ല, 1 കോടിയുടെ സെയിൽ വേണമെങ്കിലും ഞാൻ നടത്തും. എൻ്റെ കോണ്ടാക്ട്സിനെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. നിരഞ്ജൻ ദുർഗയുള്ള വിശ്വാസത്തിൽ സാനികയോട് വളരെ കോൺഫിഡൻ്റ് ആയി തന്നെ മറുപടി കൊടുത്തു. അതേ സമയത്ത് തന്നെയാണ് ദുർഗ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നത്. എന്നാൽ മാനേജർ സാക്ഷി തന്റെ നേരെ വരുന്നത് കണ്ട് ദുർഗയുടെ മുഖം മാറി. സ്റ്റീഫൻ സാർ നിന്നെ വിളിക്കുന്നുണ്ട്. എന്തിന്? വരുന്നെങ്കി വാ, അല്ലെങ്കിൽ സാറിനോട് എന്ത് പറയണമെന്നൊക്കെ എനിക്കറിയാം. അവസാനം ദുർഗയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് സാക്ഷിയുടെ പുറകെ ദേഷ്യത്തിൽ പോകേണ്ടി വന്നു. സ്റ്റീഫന്റെ ഓഫീസിലെത്തിയപ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ദുർഗയെ നോക്കി. സത്യം പറഞ്ഞാൽ ശരണ്യയുടെ തിരോധാനത്തിന് ശേഷവും സ്റ്റീഫൻ ദുർഗയെ തന്റെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. കാരണം ദുർഗയൊരു ഏജന്റാണെന്നും അവൾ തനിക്കെതിരെ ചാരപ്പണി ചെയ്യുന്നുണ്ടെന്നും അയാൾക്ക് നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ആ സംശയം അന്നത്തെ ദിവസത്തോടെ മാറിയതാണ്. ദുർഗ ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന് സ്റ്റീഫന് തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ ദുർഗയും നിരഞ്ജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും അയാൾക്ക് സംശയമുണ്ട്. ദുർഗ, ഒരു കാര്യം പറയ്, നീയും നമ്മുടെ പുതിയ എംപ്ലോയി നിരഞ്ജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് അയാളെ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് കുറച്ചു ദിവസം മുമ്പുള്ള പരിചയമേ ഉള്ളൂ. ദുർഗ മനഃപൂർവ്വം പകുതി സത്യവും പകുതി കള്ളവും പറഞ്ഞതാണ്. അല്ലെങ്കിൽ സ്റ്റീഫൻ എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതി. പക്ഷെ സ്റ്റീഫൻ അടുത്തതായി പറഞ്ഞ വാക്കുകൾ ദുർഗയ്ക്ക് ശരിക്കും ഒരു ഷോക്ക് നൽകാൻ കെൽപ്പുള്ളതായിരുന്നു. ദുർഗ, നിന്നോട് ഞാൻ നിരഞ്ജനെക്കുറിച്ച് ചോദിച്ചത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ അവനെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയാലോ എന്ന് വിചാരിക്കുക. ദുർഗ ഷോക്കായത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത്, സ്റ്റീഫന്റെ സകല ബ്ലാക്ക് ഇടപാടുകളും ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നടക്കുന്നത്. മാത്രമല്ല സ്റ്റീഫന് നിരഞ്ജനോട് ഇത്ര താല്പര്യം തോന്നുന്നതും അവൾക്ക് അത്ര നല്ലതായി തോന്നിയില്ല. സർ, എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയും കണ്ടും ചെയ്താൽ മതി. ദുർഗ തന്നോട് യോജിക്കുന്നതുകൊണ്ട് സ്റ്റീഫൻ കുറച്ചുനേരം ആലോചനയിലാണ്ടു. ശേഷം കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. സ്റ്റീഫൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എത്ര ശ്രമിച്ചിട്ടും ദുർഗയ്ക്ക് പിടികിട്ടിയില്ല. സ്റ്റീഫൻ ദുർഗയെയും കൂട്ടി സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബിൽഡിങ്ങിലെത്തി.
അവിടെ സാനിക നിരഞ്ജന്റെ ഒപ്പം ഉണ്ടായിരുന്നു. സാനിക ശരണ്യയുടെ അനിയത്തിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഓ ദൈവമേ, ഇതെന്തൊക്കെയാ നടക്കുന്നത്? എല്ലാ മാഫിയകളും ഒരുമിച്ചോ? ഇനി അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ഇരിക്കണം. അല്ല സാനിക, നീ നിന്റെ നിരഞ്ജനെ കണ്ടുമുട്ടിയോ? ഓ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. മറക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കണ്ടുമുട്ടലായി പോയത്. നേരാ വണ്ട ഒന്ന് പരിചയപ്പെടാൻ പോലും സമയം കിട്ടിയില്ല. പരിചയപ്പെടേണ്ടവർക്ക് ഞാൻ ഒരവസരം തരാം. ഇന്ന് രാത്രിയിൽ നിങ്ങളെ 3 എണ്ണത്തിനെയും ഡിന്നറിന് കൊണ്ടുപോവാം. ഇത് കേട്ടതും ദുർഗയ്ക്ക് കുറച്ച് ടെൻഷൻ തോന്നി തുടങ്ങി. സ്റ്റീഫൻ എന്തിനാണ് തന്നെ ഇതിനെല്ലാം ഉൾപ്പെടുത്തുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സർ, ഞാനും. അതെ, നീയും വരണം. പക്ഷേ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് കയറ്. ഞാൻ വൈകുന്നേരം നിങ്ങൾ 3 പേരെയും വന്ന് പിക്ക് ചെയ്തോളാം. ദുർഗ അന്നേ ദിവസം മുഴുവൻ സ്റ്റീഫനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വൈകുന്നേരം സ്റ്റീഫൻ അവളോട് നിരഞ്ജന്റെയും സാനികയുടെയും ഒപ്പം അവളെയും ഒരു ആഡംബര ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവൾ അമ്പരന്ന് പോയി. നിരഞ്ജനം ഇതെല്ലാം കുറച്ച് വിചിത്രമായി തന്നെ തോന്നുന്നുണ്ടായിരുന്നു. എന്തുപറ്റി സാർ, ഒരു അൺഎക്സ്പെക്റ്റഡ് ഡിന്നറൊക്കെ? സ്റ്റീഫൻ ഒന്ന് ചിരിച്ചു. എന്നോട് വിശ്വസ്തത പുലർത്തുന്നവരോട് ഞാൻ എന്നും ദയുള്ളവൻ തന്നെയാണ്. അതിനാണ് ഈ ട്രീറ്റ്. ദുർഗ അയാളെ സീരിയസ് ഭാവത്തിൽ നോക്കാൻ തുടങ്ങി. അവൾക്ക് സ്റ്റീഫനോട് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് വന്ന ഒരു ഏജന്റിന്റെ മെസ്സേജ് കണ്ട് അവൾ പരിഭ്രാന്തയായി. ദുർഗ നോക്കുമ്പോൾ ഈ മെസ്സേജ് സ്റ്റീഫനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മെസ്സേജ് വായിച്ച ദുർഗ വല്ലാത്ത ആവേശത്തിലായിരുന്നു. സ്റ്റീഫൻ തന്റെ ബ്ലാക്ക് ബിസിനസ് നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രത്യേക യൂണിറ്റിനെ ബിസിനസ് ഡെവലപ്മെന്റ് യൂണിറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദുർഗയ്ക്ക് കുറേ ദിവസങ്ങളായി ഈ ഡിപ്പാർട്ട്മെന്റിനെക്കുറിച്ച് ഒരു സംശയമുണ്ടായിരുന്നു. അവൾ ഇതേക്കുറിച്ച് തന്റെ ഓർഗനൈസേഷനിലെ സീനിയേഴ്സുമായി സംസാരിച്ചതുമാണ്. പക്ഷേ ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ അവൾക്ക് നടപടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ മെസ്സേജിൽ നിന്ന് സ്ഥിരീകരണം കിട്ടിയതിനു ശേഷം അവൾ സന്തോഷവതിയായിരുന്നു. കാരണം ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു അവൾ കഴിഞ്ഞ 2 വർഷങ്ങളായി കാത്തിരുന്നത്. അവളുടെ ഓർഗനൈസേഷൻ ഈ മിഷന് നൽകിയിരുന്ന പേര് ബിഗ് എലിഫന്റ് എന്നായിരുന്നു. ഇതിനിടയിൽ ദുർഗയ്ക്കും കൂട്ടാളികൾക്കും ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരെയും ഒരുമിച്ച് പിടികൂടണമായിരുന്നു. സ്റ്റീഫന്റെ ഈ ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം 15 പേരാണുള്ളത്. 15 പേരും അവരുടെ ജോലിയിൽ വളരെ വിദഗ്ധരുമാണ്. ഇത് ഏറെക്കുറെ അസാധ്യമായൊരു ടാസ്ക് ആണെന്ന് ദുർഗയുടെ ടീമിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ധാരാളം ഏജന്റ്സ് കട്ടപ്പനയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അവർ ഈ 15 പേരെയും ദിവസങ്ങളായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ 15 പേരെയും കസ്റ്റഡിയിലെടുക്കുമെന്ന മെസ്സേജ് കണ്ട് എല്ലാ ഏജന്റുമാരും വളരെ ആവേശഭരിതരായിരുന്നു. സ്റ്റീഫന്റെ ഒപ്പമുള്ള ഡിന്നർ പക്ഷേ ദുർഗയുടെ മിഷൻ കുറച്ച് ഡിലേ ആക്കും. അത് അവളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥയാക്കിയത്. അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു കടന്നാൽ മതി എന്നായിരുന്നു. ദുർഗ വീണ്ടും മിഷന്റെ ടൈം ചെക്ക് ചെയ്തു. 2 മണിക്കൂറിന് ശേഷമായിരുന്നു ഷെഡ്യൂൾ. മറുവശത്ത് സ്റ്റീഫന്റെ ഈ ഡിന്നറിന് സാനികയും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിരഞ്ജനെ അവിടെ കണ്ടതും അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ഈ സ്റ്റീഫൻ എന്താ നിരഞ്ജനോട് ഇത്ര താല്പര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിരഞ്ജനോടൊപ്പം ദുർഗയും എന്തിനാണ് വന്നത് എന്നായിരുന്നു സാനിക ചിന്തിച്ചത്. വെയിറ്റർ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് മേശയിൽ വെച്ചു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നു. നിരഞ്ജൻ, നീ എൻ്റെ കമ്പനിയുടെ ഭാഗമായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത്രയും ടാലന്റഡ് ആയ ആളുകളെ ഇങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. സാനികയ്ക്കും ദുർഗയ്ക്കും സ്റ്റീഫൻ പറയുന്നതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. നിരഞ്ജനെക്കുറിച്ച് ശരണ്യ അയാളോട് പറഞ്ഞതു മുതൽ സ്റ്റീഫന് അയാളുടെ നിധി തുറക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം തന്നെ ഇല്ലാതായിരുന്നു. സ്റ്റീഫൻ തുടർന്നു. അല്ല നിരഞ്ജൻ, നീ ശരണ്യയുടെ അനിയത്തി സാനികയെ നേരത്തെ തന്നെ പരിചയപ്പെട്ടതല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിൽ എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന്. ശരിയാണോ? ആ ചോദ്യം ദുർഗയ്ക്ക് അത്ര ദഹിച്ചില്ല. നിരഞ്ജൻ സാനികയെ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് അവൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് ഇയാൾ ഈ പറയുന്നത് എന്നാണ് അവൾ ചിന്തിച്ചത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെല്ലാം കൊളീഗ്സാണ്. കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. സ്റ്റീഫൻ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചോളൂ. സ്റ്റീഫൻ സാനികയെ നോക്കി. പക്ഷേ അവൾ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. നിങ്ങളുടെ ഇടയിൽ യാതൊരു തെറ്റിദ്ധാരണയില്ല എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. നിരഞ്ജൻ, നിനക്ക് ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് യൂണിറ്റിനെ കുറിച്ച് അറിയോ? ദുർഗ അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റീഫൻ ആ വകുപ്പിനെക്കുറിച്ച് തുറന്നു പറയുന്നത് അവളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർത്തി. സ്റ്റീഫനും ദുർഗയുടെ മേൽ തോന്നിയ സംശയം ഇന്നലെ തന്നെ അവസാനിച്ചിരുന്നുവെങ്കിലും ശരണ്യ നിരഞ്ജനെക്കുറിച്ച് പറഞ്ഞതോടെ ആ സംശയം തിരിച്ചു വന്നു. സ്റ്റീഫന്റെ കണ്ണുകൾ നിരഞ്ജനിലും ദുർഗയിലും ഒരേപോലെ ഒഴുകി നടന്നു. സ്റ്റീഫൻ ഇനി തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതിരിക്കുമോ എന്ന് നിരഞ്ജന് ഭയം തോന്നി. കാരണം അവൻ ഒരിക്കലും ദുർഗയെ വിട്ട് ദൂരേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല.
പക്ഷേ സ്റ്റീഫൻ മനഃപൂർവ്വമാണ് ഇങ്ങനെയൊരു ചോദ്യം തൊടുത്തത്. കാരണം അയാൾക്ക് സംശയമുണ്ടായിരുന്നു നിരഞ്ജന് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സത്യാവസ്ഥ അറിയുമോ എന്നത്. ഇല്ല സർ, താങ്കൾ എന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഹാപ്പിയാണ്. സ്റ്റീഫന് വളരെ സംതൃപ്തി തോന്നി. നിരഞ്ജന് ആ ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. കാരണം നിരഞ്ജനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപ് നിരഞ്ജൻ തൻ്റെ വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കുകയും വേണം. ആഹാ, അപ്പോൾ നീ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാപ്പി ആണെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ ദുർഗയ്ക്ക് മാത്രം സ്റ്റീഫന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ലായിരുന്നു. തൻ്റെ ഏജൻസിയെ പറ്റിയോ മിഷനെ പറ്റിയോ അയാൾ എന്തെങ്കിലും മനസ്സിലാക്കി കാണുമോ എന്നുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. ദൗത്യം നിർവഹിക്കാനുള്ള സമയമടുത്തതും ദുർഗ അസ്വസ്ഥതയോടെ നിരഞ്ജന്റെ കാലിൽ തട്ടി. അവളുടെ അടുത്ത് തന്നെ ഇരുന്നിരുന്ന നിരഞ്ജന് പക്ഷേ ദുർഗ റൊമാൻറ്റിക് ആകുന്നതായാണ് തോന്നിയത്. അയാളും തിരികെ അവളുടെ കാലുകൾ തഴുകാൻ തുടങ്ങി. നിരഞ്ജന്റെ ഉദ്ദേശം മനസ്സിലായ ദുർഗ പക്ഷേ പെട്ടെന്ന് ദേഷ്യത്തോടെ അവന്റെ കാൽ തട്ടിമാറ്റി. ഞാൻ ഇവനോട് എന്തോ പറയാൻ ശ്രമിക്കുമ്പോ ഇവൻ മനസ്സിലാക്കിയത് വേറെയാണല്ലോ ദൈവമേ. കുറേ തവണ പരിശ്രമിച്ചിട്ടും നിരഞ്ജന് ദുർഗ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അപ്പോഴും ദുർഗയുടെ ശ്രദ്ധ മുഴുവൻ വാച്ചിലായിരുന്നു. ദൗത്യം നിർവഹിക്കാനുള്ള സമയമടുത്തതും ദുർഗ അസ്വസ്ഥതയോടെ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ദുർഗയുടെ പെട്ടെന്നുള്ള ആ മാറ്റത്തിൽ നിരഞ്ജൻ എന്തൊക്കെയോ സംശയം തോന്നി. അയാളും പെട്ടെന്ന് തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, 2 വാഷ്റൂം അടുത്ത് തന്നെയാണല്ലോ ഇവിടെ, ഞാനും വരാം. ഡ്രിങ്ക്സ് കൂടുതൽ കഴിച്ചാണോ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയത്? നിരഞ്ജൻ തൻ്റെ കൂടെ വന്നിരുന്നെങ്കിലെന്ന് ദുർഗയും ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേരും സ്റ്റീഫനെ ഒന്ന് നോക്കിയ ശേഷം വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് നടന്നുപോയി. ലേഡീസ് വാഷ്റൂമിന്റെ മുന്നിലെത്തിയ ദുർഗ ചുറ്റുപാടും നോക്കി. നിരഞ്ജൻ, എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നീ ഇവിടെ നിന്ന് ആ സ്റ്റീഫനുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്ക. അത് കഴിഞ്ഞ് നിനക്ക് രവീണയുടെ അടുത്ത് പോകണമെങ്കിൽ പൊയ്ക്കോ. നിനക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യം എന്താണോ അത് നീ ചെയ്യേ. ഞാൻ നിന്നെ തടയില്ല. നീ എന്ത് ഇങ്ങനെ പറയുന്നത്? എനിക്ക് എൻ്റെ ലൈഫിൽ നീയല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ ആവശ്യമില്ല. ശരിക്കും വളരെ വലിയ കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ. നിനക്ക് എങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ സ്റ്റീഫനെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയാലല്ലേ നിനക്ക് നിന്റെ ജോലി തീർക്കാൻ സാധിക്കൂ. അതല്ലേ ഇപ്പം നിന്റെ മനസ്സിൽ? ഇത് നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ രാത്രി മുതൽ ഞാനും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റീഫൻ അടുത്തുള്ളപ്പോൾ നിന്റെ അലേർട്ട് മോഡ് ആക്റ്റീവ് ആവുന്നുണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും നീ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എപ്പോൾ നിന്റെ മുഖത്ത് നോക്കിയാലും ഉള്ളിൽ ചില പ്ലാനിങ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാനും കരുതി നിനക്ക് എന്നെ വിശ്വാസം തോന്നുമ്പോൾ പറയട്ടെ എന്ന്. നമ്മുടെ വിവാഹം ഒരു തെറ്റായിരുന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രം. ഞാൻ ചെയ്യുന്ന ജോലിയിലേക്ക് നിന്നെയും കൂടെ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല നിരഞ്ജൻ. എന്റെ ജോലി എന്താണെന്നും ഞാൻ എന്തിനാ നിന്നെ കല്യാണം കഴിച്ചെന്നൊക്കെയുള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഇന്ന് രാത്രി തന്നെ നിനക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞ് ദുർഗ വാഷ്റൂമിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രിയിലെ മിഷന് ശേഷം അവൾക്ക് കട്ടപ്പന ഉപേക്ഷിച്ച് പോകാനുള്ളതാണ്. അവൾക്ക് നിരഞ്ജനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും പറഞ്ഞില്ല. എന്തോ പ്രശ്നമുണ്ടല്ലോ. ശരിക്കുമുള്ള പ്രശ്നം എന്താ? ഇനി ഇത് ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയൊന്നും അല്ലല്ലോ. ഈ തോന്നൽ വന്നതും രണ്ടാമതൊന്നും ആലോചിക്കാതെ നിരഞ്ജൻ ലേഡീസ് വാഷ്റൂമിലേക്ക് പാഞ്ഞു കയറി. പക്ഷേ ദുർഗ അവിടെ നിന്ന് പോയിരുന്നു. ദുർഗ വാഷ്റൂമിന്റെ വെന്റിലേഷൻ വഴി ഇറങ്ങിപ്പോയിരുന്നു. ദുർഗയെ അവിടെ കാണാത്തതുകൊണ്ട് നിരഞ്ജൻ രവീണയെ വിളിച്ച് കട്ടപ്പനയിൽ ഇന്ന് രാത്രി എന്തെങ്കിലും പ്രത്യേക മിഷൻ ഉണ്ടോ എന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പാൻ പറഞ്ഞു. ഓക്കേ സർ, ഞാൻ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. ആളുകൾ ഡിന്നർ കഴിക്കാനിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. സർ, ദുർഗയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ. എനിക്കൊന്ന് അവളെയും കൊണ്ട് പോണമായിരുന്നല്ലോ. സ്റ്റീഫൻ കാര്യം തിരക്കിയപ്പോൾ സ്ത്രീകൾക്കുള്ള പ്രശ്നമായിരിക്കും എന്നും പറഞ്ഞിട്ട് നിരഞ്ജൻ പെട്ടെന്ന് പാർക്കിംഗ് ലോട്ടിലെത്തി. തൻ്റെ സ്കിൽ ഉപയോഗിച്ച് ആരുടെയോ കാർ സ്റ്റാർട്ട് ചെയ്ത് ദുർഗയുടെ പിന്നാലെ പാഞ്ഞു. നിരഞ്ജൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് സ്റ്റീഫന് തോന്നിയിരുന്നു. അയാൾ വൈൻ ഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ച് ആ കസേരയിൽ ചാരിയിരുന്നു. ഇന്ന് രാത്രിയോടെ എല്ലാം പഠിച്ചോളും. എൻ്റെ കയ്യിൽ നിന്ന് ആ നിധി അങ്ങ് കൊണ്ടുപോകാന്നാണ് അവൻ്റെയൊക്കെ വിചാരം. അവൻ്റെ അമ്മൂമ്മയുടെ മിഷൻ ബിഗ് എലഫന്റ്. അതേസമയം നിരഞ്ജൻ ദുർഗയുടെ കാറിനെ പിന്തുടർന്ന് ഒരു നാൽക്കവലയിലെത്തി. നിരഞ്ജൻ കാർ നിർത്തി അവിടെ ഉണ്ടായിരുന്നവരോട് ദുർഗയുടെ കാറിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ ആർക്കും നിരഞ്ജനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഒരു സിഗരറ്റ് പാക്കറ്റ് വാങ്ങി അതിലൊരെണ്ണം എടുത്ത് തീ കൊളുത്തി.
അപ്പോഴേക്കും രവീണയുടെ കോൾ വന്നിരുന്നു. സോറി ബോസ്, കുറച്ച് വൈകിപ്പോയി. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി കട്ടപ്പനയിൽ വളരെ വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ ലോകത്തിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് ഏജൻസീസിന്റെ കമ്പനിയായ ദ ഫൈറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. നെടുമ്പള്ളി ഗ്രൂപ്പിലെ ബിസിനസ് ഡെവലപ്മെന്റ് യൂണിറ്റിലെ 15 മെമ്പേഴ്സിന് ഒരേ സമയം അറ്റാക്ക് ചെയ്യാനാ അവരുടെ പ്ലാൻ. നെടുമ്പള്ളി ഗ്രൂപ്പോ? ഇന്ന് സ്റ്റീഫൻ എന്നോട് ഈ യൂണിറ്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ അയാൾ എന്നെ പരീക്ഷിക്കായിരുന്നു. ഈ 15 പേരും നിധിയുടെ സേഫ്റ്റിയിൽ ഒരേപോലെ റെസ്പോൺസിബിളാ. അവരെ പിടിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് വഴി ആ നിധി ആ ഏജന്റ് ഗ്രൂപ്പിന്റെ കയ്യിൽ എത്തിച്ചേരും. അതിന്റെ കൂടെ തന്നെ സ്റ്റീഫന്റെ സത്യാവസ്ഥയും പുറത്തുവരും. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈ 15 പേരും വെറും സാധാരണക്കാരായിരിക്കില്ല. അവരെ പിടികൂടുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. ശരിയാ. ഇവരുടെ ലീഡർ ഒരു യൂസഫ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തിലെ ടോപ്പ് ഏജൻസിന്റെ ഇടയിൽ ഈ പേര് മുഴങ്ങി കേട്ടിരുന്നു. അപ്പോ യൂസഫ് തീർന്നാ എല്ലാം കഴിഞ്ഞു. ഇതൊന്നും അല്ലാതെ ദുർഗയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവര് 2 വർഷം മുമ്പ് പെട്ടെന്ന് കട്ടപ്പനയിൽ എത്തിയതാ. ഈ 2 കൊല്ലം കൊണ്ട് തന്നെ അവര് പാലക്കൽ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. ഇത്രേ അറിയാൻ കഴിഞ്ഞുള്ളൂ. 2 കൊല്ലോ? ഇതല്ലാതെ വേറെന്തെങ്കിലും? ഇല്ല സർ, ഇത്രേ അറിയാൻ കഴിഞ്ഞുള്ളൂ. നിരഞ്ജന് മനസ്സിലായി ദുർഗ ദ ഫൈറ്റേഴ്സ് ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്ന്. അപ്പോൾ നിരഞ്ജന് ദുർഗയെ ആദ്യം കണ്ടത് ഓർമ്മ വന്നു. വിവാഹത്തിന്റെ സമയത്ത് 2 പേരും അവരുടെ ഐഡന്റിറ്റി പരസ്പരം വെളിപ്പെടുത്തിയിരുന്നെങ്കിലും അത് പരസ്പരം വിശ്വസിച്ചിരുന്നില്ല. അപ്പോ ദുർഗയെന്ന് പറഞ്ഞത് സത്യമായിരുന്നു. അവൾ ഏജൻസിന്റെ ലീഡറാണെന്ന്. അപ്പോ ഇന്നത്തെ ഓപ്പറേഷൻ അവളാണ് ലീഡ് ചെയ്യുന്നത്. ബോസ്, പക്ഷേ നമുക്ക് ഈ ഓപ്പറേഷനുമായി എന്താ ബന്ധം? ബന്ധമുണ്ട്. അവളുടെ ജീവൻ അപകടത്തില. എനിക്ക് എത്രയും വേഗം അവളുടെ അടുത്തെത്തണം. ബോസ്, പക്ഷേ ഓപ്പറേഷൻ 15 സ്ഥലങ്ങളിലായല്ലേ നടക്കുന്നത്. ഇതിൽ ദുർഗ ഏത് ലൊക്കേഷനിലാണെന്ന് നമ്മളെങ്ങനെ അറിയും? വലിയ വേട്ടക്കാരൻ വലിയ ഇരയുടെ പിന്നാലെയേ പോവൂ. യൂസഫ് എവിടെയാണോ ദുർഗ അവിടെ ഉണ്ടാവും. രവീണ, നീ അയാളുടെ ലൊക്കേഷൻ കണ്ടെത്ത്. എന്റെ കയ്യിൽ 15 ലൊക്കേഷനും ഉണ്ട്. എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് വാ. വി ആർ ഗോയിങ് ഓൺ ദ മിഷൻ ടു സേവ് വൈഫ്. പിന്നെ എൻ്റെ ബ്രീഫ് കേസ് കൊണ്ടുവരാൻ മറക്കരുത്. പക്ഷേ സാറിന് എങ്ങനെ അറിയാം ബ്രീഫ് കേസ് എന്റെ കയ്യിലുണ്ടെന്ന്? എനിക്കറിയാം അപർണ എന്തിനാണ് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ചതെന്ന്. അവൾക്ക് ഞാൻ വീണ്ടും ഏജന്റായിട്ട് ജോയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. നിരഞ്ജൻ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ രവീണ നിരഞ്ജന്റെ അടുത്തെത്തി. 2 പേരും ഒരുമിച്ച് യൂസഫിന്റെ ലൊക്കേഷനിലേക്ക് തിരിച്ചു. ലൊക്കേഷൻ അടുത്തെത്താനായപ്പോൾ രവീണ കാർ നിർത്തി. നിരഞ്ജൻ തന്റെ ബ്രീഫ് കേസ് തുറന്ന് അതിൽ നിന്ന് ഏജന്റിന്റെ ജാക്കറ്റും തന്റെ ഗണ്ണും പുറത്തെടുത്തു. പിന്നെ അയാൾ ഇരുട്ടിലും വെള്ളത്തിനടിയിലും കാണാൻ സാധിക്കുന്ന സ്പെഷ്യലൈസ്ഡ് കണ്ണടയും വെച്ചു. രവീണയും തയ്യാറായി. നീ റെഡിയാവണമെന്നില്ല. ഈ മിഷൻ ഞാൻ ഒറ്റയ്ക്കാ ചെയ്യാൻ പോകുന്നത്. നീ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്താൽ മതി. അത് പറ്റില്ല സർ, ഞാനും വരും. നിരഞ്ജൻ അറിയാമായിരുന്നു താൻ പറയുന്നത് രവീണ കേൾക്കാൻ പോകുന്നില്ല എന്ന്. അയാൾ തന്റെ ബ്രീഫ് കേസ് തുറന്ന് 2 വാട്ടർ ബോട്ടിലെടുത്ത് ഒന്ന് രവീണയ്ക്ക് കൊടുത്തു. പക്ഷേ അവൾക്കൊന്നും മനസ്സിലായില്ല. കുടിച്ചോ. ഒരു മിഷൻ തുടങ്ങുമ്പോൾ ഏറ്റവും അധികം ആവശ്യം വരിക വെള്ളത്തിന്. അതുകൊണ്ട് ഏത് മിഷനും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ബോട്ടിൽ വെള്ളം കുടിക്കണം. നിരഞ്ജൻ ബോട്ടിൽ തുറന്ന് ആ വെള്ളം മുഴുവൻ കുടിച്ചു. രവീണയ്ക്ക് നിരഞ്ജൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ ആ വെള്ളം കുടിച്ചു. പക്ഷേ 2 മിനിറ്റിൽ തന്നെ രവീണയുടെ ബോധം നഷ്ടപ്പെട്ടു. നിരഞ്ജൻ അവളെ ആ കാറിൽ തന്നെ കിടത്തി അവിടെ നിന്ന് പോയി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ ഒരു വില്ല കണ്ടു. അതൊരു വലിയ വയലിന് നടുവിലായിരുന്നു. രവീണ തന്ന ലൊക്കേഷൻ വെച്ച് വയലിന് നടുവിലുള്ള ഈ വില്ലയിൽ തന്നെയായിരിക്കും യൂസഫ് ഉണ്ടാവുക. നിരഞ്ജൻ അവിടെ മുഴുവൻ പരിശോധിച്ചു. അപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർമ്മ വന്നത്. ദുർഗയാണ് ടീം ലീഡർ. അപ്പോൾ അവൾ എന്തായാലും ഈ മൈതാനത്തേക്ക് ഇറങ്ങി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അവളെവിടെ? നിരഞ്ജൻ ചുറ്റുപാടും ഓടി നടന്നു നോക്കിയെങ്കിലും അയാൾക്ക് വയൽ മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾ ഒരു വലിയ മരം കണ്ടു. അതിൽ കയറി നോക്കിയപ്പോൾ കുറച്ച് ദൂരെയായി ഒരു ചെറിയ വീട് കണ്ടു. ദുർഗ ആ വീട്ടിലുണ്ടാകുമെന്ന് നിരഞ്ജൻ മനസ്സിലായി. അയാൾ ആ വീടിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. മറുവശത്ത് ദുർഗ ടീനയുടെയും മൗസൂദിൻ്റെയും കൂടെ അറ്റാക്കിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വില്ലയിൽ അംരീഷ് ഒരു കസേരയിലിരുന്ന് താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രാപ്പ് പരിശോധിക്കുകയാണ്. കൂടെ തന്നെ സർവായുധ സന്നാഹത്തോടെ അയാളുടെ ആളുകളും ഉണ്ടായിരുന്നു. നിരഞ്ജൻ ദുർഗയുടെ അടുത്ത് എത്തിയിരുന്നെങ്കിലും അവളുടെ മുന്നിലേക്ക് ചെല്ലാൻ അയാൾ ആഗ്രഹിച്ചില്ല. ഇവിടെ ദുർഗ തൻ്റെ ടീംമേറ്റ്സിനും അറ്റാക്കിനുള്ള ഓർഡർ കൊടുത്തു. നിരഞ്ജൻ ദൂരെ മറഞ്ഞിരുന്ന് അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വയൽ കടന്ന് വില്ലയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഓരോ ആളുകളായി അവിടെ മരിച്ചു വീഴുന്നത് കണ്ട ദുർഗ
തന്റെ മിഷൻ പരാജയപ്പെടുന്നത് മനസ്സിലാക്കി വയർലെസ് സെറ്റ് കയ്യിലെടുത്തു. മൂവ് ബാക്ക്, റീട്രീറ്റ് ഇമ്മീഡിയറ്റ്ലി. ദുർഗയുടെ സിഗ്നൽ കിട്ടിയതും ശേഷിച്ച ഏജന്റ്സ് ബാക്കിലേക്ക് വലിഞ്ഞു. ദുർഗ തന്റെ ബൈനോക്കുലർ കയ്യിലെടുത്ത് വില്ലയിലേക്ക് നോക്കുമ്പോൾ യൂസഫ് ജനാല വഴി പുറത്തേക്ക് നോക്കി നിന്ന് ചിരിക്കുന്നതാണ് കണ്ടത്. അയാൾ തന്നെയാണ് നോക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ദുർഗയ്ക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ 5 സ്കോർപിയോകൾ ആ വീടിനെ വളഞ്ഞു. അതിൽ നിന്നും പുറത്തിറങ്ങിയവർ ഒന്നിനു പിറകെ ഒന്നായി 100 കണക്കിന് വെടിയുണ്ടകൾ അവരുടെ നേരെ വർഷിച്ചു. ദുർഗയ്ക്ക് തന്റെ കൂട്ടാളികളെ ഓരോരുത്തരെയായി നഷ്ടപ്പെട്ടു. നിരഞ്ജന് എന്റെ ലൊക്കേഷൻ ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. എല്ലാം കഴിഞ്ഞു. മരണം എന്റെ തൊട്ടടുത്തെത്തി. ഇനി അടുത്ത ജന്മത്തിലെങ്കിലും അവനെ ഒന്ന് കണ്ടാ മതി. യൂസഫ് അയച്ച ആളുകളെ മറികടക്കാൻ ദുർഗയുടെ ഗണ്ണൊന്നും പോരായിരുന്നു. അവസാനം അവൾ ഗൺ പരിശോധിച്ചപ്പോൾ ഇനി ഒരു വെടിയുണ്ട മാത്രം ശേഷിക്കുന്നു എന്ന് മനസ്സിലായി. ആ സമയത്ത് നിഷയും ടീനയും അവൾക്കരികിലേക്ക് ഓടിയെത്തി. മാഡം, ഞങ്ങളുടെ ബുള്ളറ്റ്സും തീർന്നു. ദുർഗ ഒരു ദീർഘശ്വാസം എടുത്തതിന് ശേഷം പറഞ്ഞു. വി വിൽ ഷൂട്ട് ourselves. ഇത്രയും പറഞ്ഞ് ദുർഗ ഗൺ തന്റെ തലയിൽ ചേർത്ത് വെച്ചു. ടീനയും നിഷയും തങ്ങളുടെ ടീം ലീഡറിന്റെ വാക്കുകൾ അനുസരിച്ചു. അവരും തങ്ങളുടെ ഗൺ തലയിലേക്ക് ചേർത്ത് വെച്ചു. ഗൺ നെറ്റിയിൽ ചേർത്ത് വെച്ച് ട്രിഗറിൽ വിരലമർത്തുന്നതിന് മുൻപ് 3 പേരും പരസ്പരം നോക്കി. പെട്ടെന്ന് പുറത്തു നിന്നുള്ള വെടിയൊച്ചകൾ നിലച്ചു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവർ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ബാറ്റ്മാനെ അനുസ്മരിപ്പിക്കുന്ന ഒരാൾ സ്കോർപിയോയുടെ മുകളിൽ നിന്ന് മെഷീൻ ഗൺ വെച്ച് ഗുണ്ടകളെ നേരിടുന്നതാണ്. എന്നാലും ഇതാരാ? എന്തായാലും നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആളല്ല. ടീനയും നിഷയും ചോദിക്കുന്നതിനൊന്നും ദുർഗയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്കും നിരഞ്ജനെ മനസ്സിലായിരുന്നില്ല. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നിരഞ്ജൻ ആ വയലുകൾക്കിടയിലൂടെ ഓടി മറഞ്ഞു. പെട്ടെന്ന് ആരോ വന്ന് തന്റെ പ്ലാൻ എല്ലാം തകിടം മറിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ യൂസഫ് വിറങ്ങലിച്ചു നിന്നുപോയി. എന്നാലും അവൻ ആരാ? എന്റെ സാമ്രാജ്യം ഒറ്റയടിക്ക് തകർത്ത് വാരിയിട്ട് അവൻ എങ്ങോട്ട് പോയി? യൂസഫിന്റെ സകല പ്ലാനുകളും ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞ ശേഷം അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ നിരഞ്ജൻ അയാളുടെ ആ ഇരുട്ടുമുറിയിലെത്തിയിരുന്നു. ആരാ നീ? നിന്റെ കാലൻ. മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. യൂസഫിനെ ജീവനോടെ പിടിക്കാനാണ് ദുർഗ ശ്രമിക്കുന്നതെന്ന് നിരഞ്ജൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലണമെന്ന ചിന്തയൊന്നും നിരഞ്ജനുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് യൂസഫ് നിരഞ്ജന് നേരെ വെടിയുതിർത്തത്. പക്ഷേ അത് തന്നെ തൊടുന്നതിന് മുൻപ് തന്നെ നിരഞ്ജൻ ഒരു വശത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. യൂസഫ് ഒന്നിനു പുറകെ ഒന്നായി നിരഞ്ജനെ വെടിവെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ തവണയും നിരഞ്ജൻ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. പെട്ടെന്ന് യൂസഫിന്റെ നോട്ടം ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന നിരഞ്ജനിൽ പതിഞ്ഞു. നിരഞ്ജൻ പതിയെ തന്റെ തല ഇടതുനിന്ന് വലത്തേക്ക് ചരിച്ചു. അപ്പോൾ അവന്റെ തലമുടി വെള്ള നിറമായി മാറി. യൂസഫിന്റെ കണ്ണു മിഴിഞ്ഞു വന്നു. വെളുത്ത തലമുടിയിലും കറുത്ത കണ്ണടയിലും നിരഞ്ജൻ ഒരു വൃദ്ധനെ പോലെ തോന്നിച്ചു. അപ്പോൾ ദുർഗ യൂസഫിന്റെ പിന്നിലേക്ക് ഓടിപ്പാഞ്ഞെത്തി. അയാളുടെ നേരെ തോക്ക് ചൂണ്ടി കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് യൂസഫ് പിന്നിൽ നിന്ന് തോക്കെടുത്ത് നിരഞ്ജനെ വെടിവെച്ചു. അവൻ ആ തോക്കിൻ തുമ്പിൽ നിന്ന് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത് കണ്ട യൂസഫും ദുർഗയും ഒരുപോലെ ഞെട്ടി. വാവ്, അതെന്തായാലും തകർത്തു. ഇരുട്ടിൽ ദുർഗയ്ക്ക് നിരഞ്ജനെ കാണാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. യൂസഫ്, കീഴടങ്ങുന്നതാ നിനക്ക് നല്ലത്. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. പക്ഷേ യൂസഫ് പെട്ടെന്ന് ദുർഗയ്ക്ക് നേരെ വെടിയുതിർത്തു. ഇത് കണ്ട് നിരഞ്ജൻ വേഗം ചാടി വീണ് തന്റെ കൈകൊണ്ട് ബുള്ളറ്റ് തടഞ്ഞ് ദുർഗയെ രക്ഷിക്കാൻ ശ്രമിച്ചു. ബുള്ളറ്റ് നിരഞ്ജന്റെ കൈ തുളച്ച് പുറത്തേക്ക് വന്നത് കണ്ട് ദുർഗ ഞെട്ടി. പക്ഷേ ഇത്തവണയും അവൾക്ക് നിരഞ്ജനെ പിന്നിൽ നിന്ന് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ദുർഗയുടെ ശ്രദ്ധ യൂസഫിൽ നിന്ന് നിരഞ്ജൻ പോയ സ്ഥലത്തേക്ക് മാറിയത് മുതലെടുത്ത് യൂസഫ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ദുർഗയും അയാളുടെ പിന്നാലെ പാഞ്ഞു. മറുവശത്ത് എല്ലാവരും പോയപ്പോൾ നിരഞ്ജൻ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഒരു താക്കോൽ കൂട്ടം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാളത് കയ്യിലെടുത്തുകൊണ്ട് ആലോചിച്ചു, ഇത്രയും താക്കോലുകളോ? ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ താക്കോലുകൾ സാധാരണ താക്കോലുകളെക്കാൾ വ്യത്യസ്തമാണെന്ന് കണ്ടത്. ആ താക്കോൽ കൂട്ടം ഉപയോഗിച്ച് നിരഞ്ജൻ വില്ലയിലെ അടഞ്ഞുകിടക്കുന്ന ഓരോ വാതിലുകളും തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അരമണിക്കൂർ നീണ്ട പ്രയത്നത്തിന് ശേഷം അയാൾ തോൽവി സമ്മതിച്ച് ക്ഷീണിതനായി ആ സ്റ്റെയർ കേസിലിരുന്നു. സ്റ്റെയറിൽ കണ്ട ഒരു അടയാളം സംശയം തോന്നി പരിശോധിച്ചപ്പോൾ ഒരു രഹസ്യമുറി കണ്ടു. താക്കോൽ കൂട്ടത്തിലെ 8 ചാവികൾ ഉപയോഗിച്ച് അയാൾ ഏറ്റവും താഴത്തെ റൂം വരെ എത്തി. അവിടെ ഉണ്ടായിരുന്ന കറുത്ത 2 ബാഗുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നിറഞ്ഞിരുന്ന നിധി കണ്ട് നിരഞ്ജന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അയാൾ ഉടൻ തന്നെ ആ ബാഗുകൾ 2ഉം എടുത്ത് വില്ലയുടെ പുറത്തേക്കെത്തിയെങ്കിലും ദുർഗ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഈ നിധി ദുർഗയ്ക്ക് നൽകുന്നത് അവളുടെ ജീവന് തന്നെ ആപത്താണ്. നിരഞ്ജൻ ആ നിധിയടങ്ങിയ ബാഗുകൾ കയ്യിലെടുത്ത് കാറിൽ വച്ചു.
രവീണ അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അയാൾ അവളെ ഉണർത്തി നടന്ന സംഭവങ്ങൾ മുഴുവൻ വിവരിച്ച ശേഷം അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ബോസ്, നമ്മൾ ഈ നിധി എന്ത് ചെയ്യും? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് മോള്. ആ സമയം വരുമ്പോൾ ഇതെത്തേണ്ട കൈകളിൽ എത്തിച്ചേരും. ദുർഗയുടെ ഐഡന്റിറ്റി വെളിപ്പെട്ടതിനാൽ അവൾ നിഷയുടെയും ടീനയുടെയും കൂടെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി. ഇത്രയും നാൾ രാവും പകലും അധ്വാനിച്ചിട്ടും തന്റെ മിഷൻ പരാജയപ്പെട്ടു പോയതിന്റെ വിഷമത്തിൽ ദുർഗയ്ക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ദുർഗയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂസഫ് ഓടിയെത്തിയത് സ്റ്റീഫന്റെ ഹോട്ടലിലെ പ്രൈവറ്റ് റൂമിലേക്കായിരുന്നു. സ്റ്റീഫനും ഒപ്പമുണ്ടായിരുന്ന അക്ഷയും യൂസഫിനെ അവിടെ കണ്ട് ഒരുപോലെ ഞെട്ടി. നീ എന്താ ഇവിടെ? അപ്പൊ വില്ലയിൽ ആരാ? യൂസഫ് നടന്നതെല്ലാം ഒറ്റ ശ്വാസത്തിൽ അവരോട് വിവരിച്ചു. സ്റ്റീഫന് തന്റെ ഹൃദയം നിലച്ചു പോയേക്കുമെന്ന് വരെ തോന്നിപ്പോയി. അതിന് ഇവരൊക്കെ ആരാടോ? നിങ്ങൾ അവരുടെ മുഖം കണ്ടില്ലേ? എനിക്കുറപ്പാ അവൻ നമ്മുടെയൊക്കെ കാലനാവാൻ പോകുന്നവനാണെന്ന്. ആ കാലൻ ഏജന്റ് ആര്യൻ. ഇത് കേട്ടോ അക്ഷയ് ഒന്ന് ഞെട്ടി. പക്ഷേ സ്റ്റീഫൻ ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഏജന്റ് ആര്യന്റെ പേര് നിരഞ്ജൻ എന്നാണെന്ന് അക്ഷയ് പറഞ്ഞപ്പോൾ ഭൂമി ഒട്ടാകെ കറങ്ങുന്നത് പോലെയാണ് സ്റ്റീഫന് തോന്നിയത്. എനിക്ക് ആ നിധി തിരികെ കിട്ടിയേ മതിയാവൂ, ഇല്ലെങ്കിൽ അത് സ്റ്റീഫന്റെ പതനമാണ്. എങ്ങനെയും ആ നിരഞ്ജനെ തീർക്കണം. നിരഞ്ജനെ കൊല്ലണമെന്ന് നമ്മൾ വിചാരിച്ചാലും അതിന് പറ്റില്ല. അവനെ വെറുതെയല്ല ആളുകൾ കാലൻ എന്നൊക്കെ വിളിക്കുന്നത്. അവനെ കൊല്ലണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചോ അവരാരും ഇന്ന് ജീവനോടെയില്ല എന്ന് കരുതി അവനെ അങ്ങ് വിടാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വഴിയില്ലാതിരിക്കോ? അവൻ ഇനി നമുക്കൊരു തടസ്സമായിട്ട് വരാൻ പാടില്ല. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അക്ഷയുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു. വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്തവരെ ലോകത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുക. സമൂഹം അവനെ വെറുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജയിച്ചു. നിരഞ്ജനം ഒഴിവാക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഇനിയൊരു മാർഗം. മതി ക്ലാസ് എടുത്തത്. കാര്യം എന്താണെന്ന് പറയും. എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. നിരഞ്ജൻ്റെ ഒരു ശല്യവും പിന്നീട് ഉണ്ടാവില്ല. അക്ഷയ് സ്റ്റീഫന് അവൻ്റെ ഫുൾ പ്ലാനിംഗ് പറഞ്ഞു കൊടുത്തു. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അക്ഷയ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റീഫൻ റെഡിയാക്കി വെച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നിരഞ്ജൻ്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നു. ഹലോ, ആരാ? ഓ, നിധിയും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നല്ല ഉറക്കം കിട്ടി കാണുമല്ലോ. നീ ആരാ? നീ ഇതെങ്ങനെ അറിഞ്ഞു? നിന്നോട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനൊന്നും എനിക്ക് സമയമില്ല മോനെ. ആ നിധി അതിന്റെ ഉടമസ്ഥന് തന്നെ തിരികെ കൊടുക്കണം. ഞാൻ പറയുന്ന സ്ഥലത്ത് അത് എത്തിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത്. എന്നെയാണോ നീ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത് നിനക്ക് നല്ലതിനല്ല. ആര് പേടിക്കും, ആർക്ക് നല്ലതല്ല എന്നൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. ആദ്യം നീയെ ഞാൻ അയച്ച ലൊക്കേഷൻ നോക്ക്. നിരഞ്ജൻ വേഗം മെസ്സേജ് എടുത്തു നോക്കി. ഒന്ന് ഒരു വൃദ്ധസദനത്തിന്റെ ലൊക്കേഷൻ ആയിരുന്നു, മറ്റേത് ഒരു അനാഥാലയത്തിന്റെയും. നിരഞ്ജനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതെന്തോന്തോ? രണ്ട് സ്ഥലത്തും ഞങ്ങൾ ബോംബ് വെച്ചിട്ടുണ്ട്. ആ നിധി തിരികെ തന്നിട്ട് ആ പാവപ്പെട്ടവരെ നിരീക്ഷിച്ചു. നിരഞ്ജൻ അടുത്തത് 2 ബോംബിന്റെ ഫോട്ടോസ് കൂടി വന്നു. അയാൾ ഒരു നിമിഷത്തേക്ക് സ്തബ്ധനായിപ്പോയി. കൂടുതൽ ചിന്തിച്ച് സമയം കളയാതെ സാറ്, വന്ന് നിധി തന്നിട്ട് പോവാൻ നോക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിരഞ്ജന് അക്ഷയെ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വേഗം എഴുന്നേറ്റ് രവീണയുടെ റൂമിലേക്ക് ചെന്നെങ്കിലും അവൾ അവിടെ ഇല്ലായിരുന്നു. ഫോൺ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും കണക്റ്റ് ആയില്ല. പിന്നീട് അയാൾ പ്രകാശനെ വിളിച്ച് നേരത്തെ പറഞ്ഞ ലൊക്കേഷനിലേക്ക് തൻ്റെ ആളുകളെയും കൂട്ടി വരാൻ പറഞ്ഞേൽപ്പിച്ചു. നിരഞ്ജൻ അധികം സമയം പാഴാക്കാതെ ആ 2 ബാഗുകളും എടുത്ത് വണ്ടിയിൽ വെച്ച് പറഞ്ഞു തന്ന ലൊക്കേഷനിലേക്ക് പറന്നെത്തി. അനാഥാലയത്തിലെത്തുമ്പോഴേക്കും അക്ഷയുടെ കിങ്കരന്മാർ അവിടെ ഉണ്ടായിരുന്നു. ബാഗ് കൈമാറിയ ഉടനെ തന്നെ അവരിൽ ഒരാൾ ബോംബ് ഡിഫ്യൂസ് ചെയ്തിട്ട് വന്നു. അതിനുശേഷം നിരഞ്ജൻ നേരെ വൃദ്ധസദനത്തിലേക്കാണ് പോയത്. അവിടെയും ബാഗ് കൊടുത്തപ്പോൾ ബോംബ് ഡിഫ്യൂസ് ചെയ്തു. നിരഞ്ജൻ പക്ഷേ 2 സ്ഥലങ്ങളിലും പ്രകാശന്റെ ആളുകളെ ഉപയോഗിച്ച് അക്ഷയുടെ ആളുകളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിധി തിരികെ കൊടുത്തതിന് ശേഷമാണ് നിരഞ്ജന് ശ്വാസം നേരെ വീണത്. തിരികെ വീട്ടിലേക്കുള്ള വഴിയിൽ അയാൾക്ക് പ്രകാശന്റെ കോൾ വന്നു. സാറേ, അവന്മാര് നമ്മളെ ചതിച്ചു. അവര് വീണ്ടും അവിടെ എത്തി നമ്മുടെ ആളുകളെ അടിച്ചിട്ടിട്ട് വീണ്ടും ബോംബ് വെച്ചു. നിരഞ്ജന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. നിരഞ്ജൻ കാറിൽ നിന്ന് പുറത്തേക്ക് വന്നതും അയാൾക്ക് അക്ഷയുടെ കോൾ വീണ്ടും വന്നു. ഇത്തവണ നീ തോറ്റു. നിനക്ക് വേണമെങ്കിൽ ഇനിയും സമയമുണ്ട് തിരികെ പോയി ആ പാവങ്ങളെ രക്ഷിക്കാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സമയത്ത് ഒരിടത്തല്ലേ നിനക്ക് എത്താൻ പറ്റുള്ളൂ. എവിടെ വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ. നിരഞ്ജൻ നിസ്സഹായനായി ആ റോഡിൽ മുട്ടുകുത്തിയിരുന്നു. താൻ കാരണം വീണ്ടും കുറെ നിരപരാധികൾ മരിക്കാൻ പോകുന്നുവെന്ന ചിന്ത നിരഞ്ജന്റെ ഉള്ളുലച്ചു.